പള്ളിക്കകത്ത് അവർ കയറത്തില്ല. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ചിന്ത ഇപ്പം വന്നിരിക്കുകയാണ്. അത് അപ്പന്മാരിലൂടെ ഉണ്ടായ ഒരു ദുഷ്ചിന്തയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. എന്താണെന്നറിയാമോ? അത് പ്രാർത്ഥിക്കുന്നത്, കുരിശ് വരയ്ക്കുന്നത്, ദൈവമേ എന്ന് വിളിക്കുന്നത്, ഇതൊക്കെ ഒരാണത്വത്തിന് ചേരാത്ത പരിപാടികളാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കൊന്ത ചൊല്ലുന്നത് പെണ്ണിൻ്റെ പണി, ബൈബിള് വായിക്കുന്നത് പെണ്ണിൻ്റെ പണി, പെൺപിള്ളാരുടെ പരിപാടിയാണ്. പള്ളിക്കകത്ത് കയറുക, ഇവിടെ വന്നൊരു 21 വയസ്സായ ചെറുപ്പക്കാരൻ മുട്ടുകുത്തി കുരിശ് വരച്ചാൽ പുറത്ത് നിൽക്കുന്ന കുറേ ആൾക്കാർ അവനെ വിളിക്കുന്നത് വിശുദ്ധനെന്നാക്കും. അവനൊരു നാണം കെട്ട കാര്യം ചെയ്യുന്നു എന്നാണ്. ഇവിടെയാണ് നമ്മൾ കത്തോലിക്കര് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പറയുന്ന അകത്തോലിക്ക സഭയിൽപ്പെട്ട ആളുകളുണ്ടല്ലോ, കത്തോലിക്കരല്ലാത്തവർ. ഞാൻ കാണുന്ന കാര്യമാണ്, 1000 ശിഷ്ടം വീട്ടുകാരുള്ള ഒരു ഓർത്തഡോക്സ് പള്ളിയുടെ അടുത്തിരിക്കുന്ന കത്തോലിക്ക പള്ളിയുടെ വികാരിയാണ് ഞാൻ അവിടേക്ക് കുർബാനയ്ക്ക് പോകുമ്പം കാണുന്നുണ്ട്, ആ ഞായറാഴ്ചകളിൽ അവിടെ വരുന്ന ആൺപെൺ വ്യത്യാസമില്ലാതെ സകലരുടെയും കയ്യിൽ അവരുടെ കുർബാനക്രമവും അതോടൊപ്പം സത്യവേദ പുസ്തകം എന്ന ആ ബൈബിളും അവരുടെ കയ്യിലുണ്ട്. അവരിൽ ബഹുഭൂരിപക്ഷം പേരും വില കൂടിയ കാറിലാണ് വരുന്നെങ്കിലും വെള്ളവസ്ത്രം ധരിച്ചാണ് പള്ളിയിൽ വരുന്നത്. അവർക്ക് ബൈബിള് കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്നത് യാതൊരു നാണക്കേടുമില്ല. അതിൽ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വചനത്തോടൊരു ബഹുമാനവും സ്നേഹവും അവർക്കുണ്ട്. ഇനി മർത്തോമാ സഭയുടെയൊക്കെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, വണ്ടിയൊന്നും ഇല്ലാത്തവർ പോലും റോഡ് സൈഡിൽ കൂടെ യാതൊരു നാണക്കേടുമില്ലെന്നേ. അവരുടെ വീട്ടിൽ 8 പേരുണ്ട്, 8 ബൈബിളുണ്ട് അവർക്ക്. ആ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഈ ബൈബിളും പുസ്തകവും പിടിച്ച് റോഡിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് നാണക്കേടില്ല. കത്തോലിക്കന് മാത്രം വചനപ്രഘോഷണത്തിൻ്റെ ദിവസവും ബൈബിൾ എടുക്കാൻ നാണക്കേടാണ്. അവന് കൊന്ത ചൊല്ലുന്ന നാണക്കേടാണ്. അവൻ്റെ മക്കൾക്ക് പള്ളിക്കകത്ത് കയറുന്ന നാണക്കേടാണ്. ഇപ്പോൾ തന്നെ ഇവിടെ നോക്കിയാൽ അറിയാം, ഫുട്ബോൾ കളിക്കാൻ പള്ളിക്കകത്ത് ഇടയുണ്ടെങ്കിലും നാട്ടുവരമ്പിലും കായൽ തീരത്തും പറമ്പിലും എവിടെയൊക്കെയാണ്, കോയിവളം മുതൽ ഇങ്ങോട്ടുള്ള റോഡ് സൈഡിലെല്ലാമാണ് നമ്മൾ നിൽക്കുന്നത്. എവിടെയാണ് നമുക്കൊരു തിരുത്തൽ ആവശ്യമായിരിക്കുന്നത്? ദൈവത്തോട് ആഭിമുഖ്യമോ ദൈവിക കാര്യങ്ങളുടെ ആഭിമുഖ്യവും ഇല്ലാതിരുന്നിട്ട് ഈ കൂദാശകളുടെയൊക്കെ ഈ പരികർമ്മത്തിൽ വെറുതെ നിന്ന് സമയം കളയാനേ നമുക്ക് സാധിക്കൂ. കുമ്പസാരത്തെ നമ്മൾ കാണുന്നത് എന്താണ് പറയുന്നത്, ഈ ഇൻസുലിനൊക്കെ എടുക്കുന്ന പോലെ, പെട്ടെന്ന് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു ഇൻസുലിൻ എടുക്കുന്ന പോലെ. അത് കഴിച്ചു തീർന്നു. ഇങ്ങനൊരു കുമ്പസാരമില്ല. അങ്ങനൊരു കുമ്പസാരമാണെങ്കിൽ നാളെ കുമ്പസാരിക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പാപം വെറുത്തുപേക്ഷിക്കാതെ, അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ഈ വിശ്വാസം, നമ്മുടെ മനസ്താപ്രകരണം ഉണ്ടല്ലോ, അത് ഇതിനകത്ത് എന്താ, എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായി അങ്ങേക്കെതിരെ പാപം ചെയ്തു പോകാൻ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തവിക്കുക എൻ്റെ പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ എൻ്റെ പാപങ്ങൾ എൻ്റെ ആത്മാവിനെ മലിനമാക്കുന്ന, സ്വർഗത്തെ നഷ്ടമാക്കി നരകത്തിന് അർഹനായി തന്നെ ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ ഇനിമേൽ പാപം ചെയ്യാൻ നിശ്ചയിച്ച് എൻ്റെ പാപഗതികളിൽ ഞാൻ ഉപേക്ഷിക്കുന്നു. ഇനി ഏതെങ്കിലും പാപം ചെയ്തതിന് മുമ്പ് മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സ്വർഗത്തിൽ അപ്പോൾ ഒരു പൊട്ടിച്ചിരി ഉണ്ടാവും. എന്നാന്നറിയാവോ, അടുത്ത ഉടായ്പ എന്താണെന്ന് നനച്ചോണ്ടാണ് ഇവിടുത്തെ ചൊല്ലി തീർത്തേക്കുന്നത്. ഇനിയൊരു പാപം ചെയ്തതിന് പോയി ഞാൻ മരിപ്പാനിരിക്കുന്നെന്ന്. അപ്പോൾ ദൈവം എപ്പോഴെങ്കിലും ടെൻഷൻ അടിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, എവിടെയെങ്കിലും ഒരു മനസ്താപകരണം ചൊല്ലുന്ന അങ്ങ് കേൾക്കും, അപ്പോഴേ ആ ടെൻഷൻ അങ്ങ് പോകും. കാരണം എന്താ വെച്ചാൽ ഇൻ്റർനാഷണൽ ബ്ലണ്ടറാണല്ലോ ഇരുന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു പാപം ചെയ്തതിന് മുമ്പ് മരിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, ഉളുപ്പില്ലാതെ. പിന്നെ രണ്ടാമത്തെ ദൈവത്തിൻ്റെ ഒരു വലിയ കോമഡി ഉണ്ട്. എന്താണെന്നറിയാവോ, ദൈവം എപ്പോഴും ടെൻഷൻ അടിക്കുമ്പോൾ കേൾക്കുന്ന ദൈവമക്കളുടെ രണ്ടാമത്തെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണം, ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. അതൊരു വലിയ കോമഡിയാണ്. ഞങ്ങളുടെ പാപങ്ങൾ, അത് മാത്രം കറക്റ്റാണ്. ഞങ്ങളുടെ പാപങ്ങൾ അങ്ങ് തള്ളിയാക്കണം, പക്ഷേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നമ്മൾ ആരോടും ക്ഷമിക്കുന്നില്ല. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. തൊട്ടടുത്ത് നിൽക്കുന്ന അനിയൻ പണ്ടെപ്പോഴോ വീടിൻ്റെ വടക്കേപ്പുറത്ത് നിന്ന് ഒരു പകുതി ചാഞ്ഞൊരു വരിക്കപ്പിലാവ് വെട്ടിക്കൊണ്ട് പോയി ഒരു മേശയോ കട്ടിലോ ഏതാണ്ട് ഉണ്ടാക്കി. അതിൻ്റെ കലിപ്പ് 15 വർഷം കഴിഞ്ഞിട്ടും തീർന്നിട്ടില്ല. പക്ഷേ രണ്ടുപേരും ഒന്നിച്ച് പള്ളിയിൽ വന്ന് നിന്നിട്ട് ഈ പ്രാർത്ഥന ഉളുപ്പില്ലാതെ ചൊല്ലും. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോഴും ഈശോയ്ക്ക് എപ്പോഴേലും ടെൻഷൻ അടിക്കുമ്പോൾ ഒരു സ്വർഗ്ഗസ്നാപിതാവെ ആരെങ്കിലും ചൊല്ലുന്ന കേട്ടാൽ മതി, അപ്പോഴേ ഒരു ചിരി വരും, പുള്ളി അങ്ങ് ഹാപ്പിയാവും. കുമ്പസാരിച്ചിട്ട് വീണ്ടും വീണ്ടും തിന്മ ചെയ്യുന്നവനോട് പറയുന്ന അതാണ്, ഛർദ്ദിച്ചത് വീണ്ടും നക്കി തിന്നുക, പന്നിയെപ്പോലെ ചെളി കിടന്ന് ഉരുണ്ടോണ്ടേ ഇരിക്കുക. ഒരു വല്ലാത്തൊരു ഉപമയാണ് ഉപമിച്ചത്. ഓർക്കണം, കൊണ്ട തള്ളി, വേസ്റ്റാണെന്നും പറഞ്ഞ് പൂർണ്ണമായിട്ട് തള്ളി, എന്നിട്ട് രാവിലെ മുതൽ വീണ്ടും അത് തന്നെ എടുത്ത് തോളെ വെച്ചുകൊണ്ടിരിക്കുക. കൃപാനുഭവം ഉണ്ടാവണമെങ്കിൽ, ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കണമെങ്കിൽ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് നീ എന്ന് കസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് പത്രോസ് ശ്ലീഹായിലൂടെ മാംസരക്തങ്ങൾക്ക് അതീതമായ ദൈവാത്മാവ് പ്രവർത്തിച്ചു പറഞ്ഞതുപോലെ ഞാനും നിങ്ങളും
ദൈവാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തികളായിട്ട് ഈ ബോധ്യത്തിലേക്ക് കടന്നു വരണം. ഈ ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നില്ല എങ്കിൽ നമുക്ക് കുമ്പസാരങ്ങളെ ഇങ്ങനെ ഒരു ആചാരമാക്കി മരണം വരെ കൊണ്ടു നടക്കാം. ചാകുന്ന സമയത്ത് ഒരു കാൽക്കുലേഷനേ ഉള്ളൂ, എത്ര അച്ഛന്മാരുടെ അടുത്ത് പോയി കുമ്പസാരിച്ചു എന്നുള്ള കണക്കേ ബാക്കിയുണ്ടാവൂ. കൃപയിൽ ജീവിച്ചതിൻ്റെ ഒരു കണക്കുണ്ടാവില്ല. ഇല്ല. നായ ഛർദ്ദിച്ചത് വീണ്ടും നക്കി തിന്നുന്നത് പോലെ ഓരോ തവണയും ഞാൻ ഏറ്റുപറഞ്ഞ പാപങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്ന നാണമില്ലാത്ത ഒരു വ്യക്തിയായിട്ടല്ല, പാപത്തിന് മുമ്പിൽ നാണമില്ലാത്തവനും നാണമില്ലാത്തവളുമായിട്ട് നമ്മൾ മാറരുത്. നാണം കെട്ടും പാപം ചെയ്തിട്ട് നാണക്കേടില്ലാതെ ജീവിക്കുന്നവരായിട്ടല്ല, പാപത്തെ വെറുത്തുപേക്ഷിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുന്നു. അങ്ങനെ നമ്മൾ രൂപാന്തരപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് ഒരു വലിയ ആശ്വാസത്തിൻ്റെ അനുഭവം തരുന്നത്. എന്താണ്? ഇനിമേലിൽ പാപം ചെയ്യാതിരിക്കാൻ നീ നിന്നെ തന്നെ ഒരുക്കുക. ശിക്ഷിക്കാനിരിക്കുന്ന ഒരു കർത്താവിനേക്കല്ല ഞാൻ നിന്നെ വിളിക്കുന്നത്. ആ സ്ത്രീയോട് പറഞ്ഞതുപോലെ നീ ഉയർപ്പിൻ്റെ സാക്ഷിയാകണം. അവൾ അവിടുന്ന് എഴുന്നേറ്റ് പോയിട്ട് പിന്നെ നമ്മൾ അവളെ കാണുന്നത് എവിടെയാ? യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായത്തിലാണ്. എല്ലാവരും പാത്തിരുന്നപ്പോൾ ശൂന്യമായ കല്ലറയിലേക്ക് ആദ്യം പോയി കർത്താവിൻ്റെ തിരുവുത്താനം ലോകത്തിന് വെളിപ്പെടുത്തിയത് ആരാ? കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുവന്ന ഈ പെങ്കൊച്ച. സുബോധമില്ലാത്തത് കൊണ്ടാണ്. കുമ്പസാരക്കൂട്ട് സുബോധം കിട്ടുന്ന സമയമായിട്ട് മാറണം. കുമ്പസാരക്കൂട്ടിൽ അണയുന്നതിന് മുമ്പ് പാപങ്ങളെയും പാപ സാഹചര്യങ്ങളെയും പാപനിമിത്തങ്ങളെയും പാപാസക്തികളെയും നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് സുബോധമുള്ള വ്യക്തിയായിട്ട് വന്ന് കുമ്പസാരിക്കണം. ആ സുബോധമെന്ന് പറയുന്നത് ധൂർത്തപുത്രനെ പോലെ എന്നേക്കുമായിട്ടുള്ള ഒടുക്കത്തെ യാത്രയാണ്. ഇനി ഒരിക്കലും മടങ്ങിപ്പോകാത്ത യാത്രകളെയാണ് ഒടുക്കത്തെ യാത്രകളായിട്ട് നമ്മൾ പറയുന്നത്. പാപത്തിൽ നിന്നുള്ള ഒടുക്കത്തെ യാത്ര, അതാണ് നാളത്തെ കുമ്പസാരത്തിൽ നടക്കേണ്ടത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിച്ച് സ്വന്തമാക്കുന്ന ഒരു വിശുദ്ധ കുമ്പസാരം. ആരും പറയാതെ, ആരോടും നമുക്ക് യാതൊരു വിധത്തിലുള്ള എന്താ പറയുക, സമ്മർദ്ദങ്ങളില്ലാതെ, ഒരു പ്രഷറുമില്ലാത്ത ഒരു കുമ്പസാരം. അത് വല്ലാത്തൊരു കുമ്പസാരമാണ്. ഇപ്പം നമ്മളിവിടെ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്നത് എന്താ? നമ്മൾക്ക് അറിഞ്ഞോ അറിയാതെയോ സാത്താൻ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ചിന്താഗതിയാണ്. എന്താണെന്നറിയാമോ? പാപത്തിൽ നിന്നൊരു മോചനമില്ല എന്ന് നമ്മുടെ ആന്തരാത്മാവിൽ നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നേ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ചിന്തിച്ച അതാ നമുക്ക് ഇങ്ങനെ വരുന്നത്. അതായത് നമ്മൾ കുമ്പസാരക്കൂട്ടിൽ അണയുമ്പോൾ ദൈവമക്കളായ നമ്മുടെ മനസ്സിൽ നമുക്കൊരു ചിന്തയുണ്ട്. എന്താണെന്നറിയോ? നാളെ ഇതൊക്കെ ഞാൻ ചെയ്യും. പിന്നെ എന്താണ്? അപ്പം തിന്നാനൊരു റിക്വയർമെൻ്റ് ആവശ്യമുണ്ട്. ആ റിക്വയർമെൻ്റാണ് കൺഫെഷൻ. അവിടം വരെ ഒന്ന് പോകുന്നു, അപ്പം കഴിക്കുന്നു. ഞാൻ എൻ്റെ പള്ളിയിലൊക്കെ ചിലരെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ നിൽക്കും. ഞാൻ 6 മണി തൊട്ട് എല്ലാ ദിവസവും 7 മണി വരെ കുമ്പസാരക്കൂട്ടിലിരിക്കും. അങ്ങനെ പതുങ്ങി നിൽക്കും. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വന്ന് ഇരിക്കുന്നു. ഒരൊറ്റ പെടരിശിയാണ് അങ്ങോട്ട് വന്നിട്ട്, അച്ഛാ പാപിയായി ഇനി കരുണയായിരിക്കണം, കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. വന്നിട്ട് ഇങ്ങനെ നിൽക്കും, മസിൽ പിടിച്ച്. എന്താണെന്നറിയാമോ? അന്നേ കുർബാന സ്വീകരിക്കും. പിറ്റേ ആഴ്ച ഞാൻ ഇങ്ങനെ ഒളി വന്നിട്ട് നോക്കും. കാരണം എല്ലാം കൂടെ 10-70 പേരല്ലേ പള്ളിക്കകത്തുള്ളൂ. അപ്പോൾ എനിക്ക് എളുപ്പമാണ്. നോക്കും, നോക്കുമ്പോൾ കാണാം ഇങ്ങനെ കൈയും കൂപ്പി സാരി എടുത്ത് മൂടി അങ്ങ് നിൽക്കും. ആരാന്ന് ഓർത്ത് എന്നാ എനിക്കൊരു നാണവുമില്ല. ഞാൻ കുർബാന കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും, കുർബാന സ്വീകരിക്കാൻ അച്ഛൻ അത് കഴിഞ്ഞ ആഴ്ച സ്വീകരിച്ചു. അത് ഞാൻ പറഞ്ഞാൽ അറിയാം, ഈ വർഷം അത് പറ്റത്തില്ല. അന്നേരത്തേക്ക് പോയി. അതായത് ആ അത്രേ സമയം മാത്രമേ ഒന്ന് നിൽക്കാൻ പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്ക് തെറ്റിലേക്ക് പോയി എന്ന് പറയുമ്പോൾ കുമ്പസാരത്തെ നമ്മൾ കാണുന്നത് എന്താണ് പറയുന്നത്? ഈ ഇൻസുലിൻ ഒക്കെ എടുക്കുന്ന പോലെ, പെട്ടെന്ന് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു ഇൻസുലിൻ എടുക്കുന്ന പോലെ. അത് കഴിച്ചു തീർന്നു. ഇങ്ങനൊരു കുമ്പസാരമില്ല. അങ്ങനൊരു കുമ്പസാരമാണെങ്കിൽ നാളെ കുമ്പസാരിക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പാപം വെറുത്തുപേക്ഷിക്കാതെ. അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ഈ വിശ്വാസം, നമ്മുടെ മനസ്താപ്രകരണം ഉണ്ടല്ലോ, അത് ഇതിനകത്ത് എന്താ? എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനും അങ്ങേക്കെതിരെ പാപം ചെയ്തു പോയെന്ന പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തവിക്ക് എൻ്റെ പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ എൻ്റെ പാപങ്ങളെ എൻ്റെ ആത്മാവിനെ മലിനമാക്കുന്ന, സ്വർഗത്തെ നഷ്ടമാക്കി നരകത്തിന് അർഹനായി തീർന്ന് ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ ഇനിമേൽ പാപം ചെയ്യില്ലാന്ന് വെച്ചിട്ട് എൻ്റെ പാപഗതികളെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. ഇനി ഏതെങ്കിലും പാപം ചെയ്തതിന് മുമ്പ് മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സ്വർഗത്തിൽ അപ്പോൾ ഒരു പൊട്ടിച്ചിരി ഉണ്ടാവും.
എന്നാന്നറിയാവോ, അടുത്ത ഉടായിപ്പ് എന്താണെന്ന് നനച്ചോണ്ടാണ് ഇവിടെ ഇത് ചൊല്ലി തീർത്തേക്കുന്നത്. ഇനിയൊരു പാപം ചെയ്തതിന് പോയി ഞാൻ മരിപ്പാനിരിക്കുന്നെന്ന്. അപ്പോൾ ദൈവം എപ്പോഴെങ്കിലും ടെൻഷൻ അടിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, എവിടെയെങ്കിലും ഒരു മനസ്താപകരണം ചൊല്ലുന്ന അങ്ങ് കേൾക്കും, അപ്പോഴേ ആ ടെൻഷൻ അങ്ങ് പോകും. കാരണം എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ബ്ലണ്ടറാണല്ലോ ഇരുന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു പാപം ചെയ്തതിന് ഇപ്പോൾ മരിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു ഉളുപ്പില്ലാതെ. പിന്നെ രണ്ടാമത്തെ ദൈവത്തിൻ്റെ ഒരു വലിയ കോമഡി ഉണ്ട്. എന്താണെന്നറിയാവോ, ദൈവം എപ്പോഴും ടെൻഷൻ അടിക്കുമ്പോൾ കേൾക്കുന്ന ദൈവമക്കളുടെ രണ്ടാമത്തെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരാൻ, ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. അതൊരു വലിയ കോമഡിയാണ്. ഞങ്ങളുടെ പാപങ്ങൾ അത് മാത്രം കറക്റ്റാണ്, ഞങ്ങളുടെ പാപങ്ങൾ അങ്ങ് തള്ളിയാക്കണം. പക്ഷേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നമ്മൾ ആരോടും ക്ഷമിക്കുന്നില്ല. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. തൊട്ടടുത്ത് നിൽക്കുന്ന അനിയൻ പണ്ടെപ്പോഴോ വീടിൻ്റെ വടക്കേപ്പുറത്ത് നിന്ന് ഒരു പകുതി ചാഞ്ഞൊരു വരിക്കപ്പിലാവ് വെട്ടിക്കൊണ്ട് പോയി ഒരു മേശയോ കട്ടിലോ ഏതാണ്ട് ഉണ്ടാക്കി. അതിൻ്റെ കലിപ്പ് 15 വർഷം കഴിഞ്ഞിട്ടും തീർന്നിട്ടില്ല. പക്ഷേ രണ്ടുപേരും ഒന്നിച്ച് പള്ളിയിൽ വന്ന് നിന്നിട്ട് ഈ പ്രാർത്ഥന ഉളുപ്പില്ലാതെ ചൊല്ലും. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചത് പറഞ്ഞിട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോഴും ഈശോയ്ക്ക് എപ്പോഴേലും ടെൻഷൻ അടിക്കുമ്പോൾ ഒരു സ്വർഗ്ഗസ്നാപിതാവെ ആരെങ്കിലും ചൊല്ലുന്ന കേട്ടാൽ മതി, അപ്പോഴേ ഒരു ചിരി വരും, പുള്ളി അങ്ങ് ഹാപ്പിയാവും. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓർക്കുക, നാളത്തെ കുമ്പസാരക്കൂട്ടിൽ നമ്മൾ ഇതിനൊരു മാറ്റം നമുക്ക് ആവശ്യമാണ്. നമുക്കൊരു മാറ്റം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെയൊരു ഇതെടുക്കാം. സാധാരണ ഞങ്ങൾ ധ്യാനകേന്ദ്രത്തിൽ എടുക്കുന്ന രീതി എന്താണ്? കൽപ്പന ഓരോന്നും എടുത്തിട്ട്, നിങ്ങൾ കൈ നോക്കാൻ പോയിട്ടുണ്ടോ, ശകുനം നോക്കാൻ പോയിട്ടുണ്ടോ, നിങ്ങൾ മന്ത്രവാദത്തിന് പോയിട്ടുണ്ടോ, നിങ്ങൾ വ്യഭിചാരം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെക്കാൾ അധികം സ്നേഹിക്കുന്ന വേറൊരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ വ്യഭിചാരം എന്ന തിന്മയിലാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അത്ര ഒറ്റ സെന്റൻസിന് അതിനകത്തുണ്ട്. ദാമ്പത്യ ധർമ്മത്തിൽ നിങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഗാഡ്ജറ്റ് വെച്ച് നിങ്ങൾ സ്വന്തമായ രീതിയിൽ ആ സന്തോഷങ്ങൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഒരു ജീവിത പങ്കാളി ഉണ്ടായിരിക്കെ നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളിലുള്ള പുരുഷനെയോ സ്ത്രീയോ ഒക്കെ മനസ്സിൽ ധ്യാനിച്ച് അതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഇത് നല്ല സ്വഭാവം, തങ്കക്കുട്ടിയും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുമ്പോഴും അതും വ്യഭിചാരമാണ്. വീട്ടിൽ പണിയാൻ വരുന്നവന് അവനെ കൊണ്ട് വൈകുന്നേരം വരെ ചങ്ക് വായി വെച്ച് പണിയെടുപ്പിക്കുന്നു. അവസാനം തിരുമി 600 ഗുണവായും കൊടുത്ത് പറഞ്ഞു വിടുമ്പോൾ ഓർത്തോണം, വേലക്കാരൻ്റെ ശാപം ഉണ്ട്. പണിയെടുക്കുന്നവന് ശമ്പളം കൊടുക്കാതിരിക്കുമ്പോൾ ഇത് തന്നെയാണ്. അല്ലെ പിന്നെ വഴി കടന്ന് കിട്ടുന്ന ലോട്ടറിക്ക് 50 കോടി അടിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നതും പാപമാണ്. മനസ്സിലാവുന്നുണ്ടോ? വേലക്ക് കൂലി കൊടുക്കുക. അപരന് നന്മയുണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ മുൻകൂട്ടിൽ അതിന് തടസ്സം നിന്നവൻ പാപിയാണ്. കള്ളസാക്ഷ്യത്തിന് ഉത്തമ ഉദാഹരണമാണ്. നമ്മളെപ്പോഴും ഓർത്തോണം, ഞാൻ സ്പെസിഫൈ ചെയ്തൊന്നും പറയുന്നില്ല, കാരണം അത് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും അറിഞ്ഞും കേട്ടിട്ടുമാണെന്ന് നിങ്ങൾ കഥയുണ്ടാക്കും. അതുകൊണ്ട് ഓർക്കുക, അപരൻ്റെ കുടുംബത്തിന്, നമ്മുടെ അടുത്തോ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള കുടുംബങ്ങൾക്ക്, നമ്മുടെ ബന്ധുക്കൾക്ക്, നമ്മുടെ സഭയ്ക്ക്, ചുറ്റുപാടുകൾക്ക് ദോഷമുണ്ടാകുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കൂട്ടുനിൽക്കുകയും നമുക്കുള്ള സൗകര്യങ്ങൾ മറ്റൊരാൾക്ക് അന്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഓർത്തോളുക, കുതികാല് വെട്ടിത്തരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാപമാണ്. അന്യൻ്റെ ഭർത്താവിനെ, അന്യൻ്റെ ഭാര്യയെ മോഹിക്കുക. നമുക്കറിയാം എങ്ങനെയാണ് ഇത് മോഹം നടക്കുന്നത്. എനിക്കുള്ളതിനെ സ്നേഹിക്കാനാണ് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എനിക്കില്ലാത്തതിനെ ഒന്നും എനിക്ക് സ്നേഹിക്കേണ്ട ആവശ്യമില്ല. കാരണം മറ്റൊരാളുടേതിന് നമുക്ക് ആവശ്യമേ ഇല്ലല്ലോ. ഉണ്ടോ? അവര് എങ്ങനെയും പോട്ടെ, നമുക്കറിയില്ല. നമ്മൾ നല്ലതെന്ന് ചുറ്റുപാടുകളിൽ നോക്കി വിലയിരുത്തുന്ന പലതും അത്ര നല്ലതാവണമെന്ന് നിർബന്ധമില്ല. കാരണം നിനക്ക് പറ്റിയതിനെയാണ് നിനക്ക് തന്നിരിക്കുന്നത്. നിന്റെ ജീവിത പങ്കാളിയെ തന്നെയാണ് നിനക്ക് പറ്റിയത്. അതുകൊണ്ടാണ് നിന്നെ തന്നെ അത് ഏൽപ്പിച്ചത്. മറ്റൊരാൾക്കത് പറ്റില്ല. നിനക്ക് തോന്നുകയാണ്, മാരുതി കാർ ഓടിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഒരു സ്കോഡായിരുന്നെങ്കിൽ നല്ലതായിരുന്നത്. പക്ഷെ നിനക്ക് തൽക്കാലം മാരുതി തന്നെയാണ് നല്ലതെന്നുള്ളതാണ് കർത്താവിൻ്റെ നിശ്ചയം. അതുകൊണ്ട് ആ മാരുതിയിൽ തന്നെ നീ സംതൃപ്തി കണ്ടെത്തുക. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ സൽപ്പേര് നശിപ്പിക്കുക. വന്ന് കുമ്പസാരക്കൂട്ടിൽ വന്ന് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പറ്റുമെങ്കിൽ ഞാൻ പറയും, ഒരാളുടെ സൽപ്പേര് നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ നമ്മൾ ഏർപ്പെടാതിരിക്കുക. അത് ഏറ്റവും വലിയൊരു തിന്മയാണ്. പ്രഭാഷകന്റെ പുസ്തകം 28-ാമത്തെ അധ്യായം എന്നെടുത്ത്, 28-ാമത്തെ അധ്യായം 13, 21 വചനങ്ങൾ പെട്ടെന്നെടുക്കാൻ പറ്റിയാൽ നല്ല കാര്യമാണ്. നമ്മളിങ്ങനെ ബൈബിൾ അങ്ങോട്ട് തുറക്കണം. 28-ാമത്തെ അധ്യായം എടുത്തു അല്ലേ? അതിൻ്റെ 13-ാം വചനം ഒന്ന് നോക്കിക്കേ. പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ, സമാധാനത്തിൽ കഴിഞ്ഞ അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. ആമേൻ, ബാറക് മോർ.
ഞങ്ങൾ ബൈബിള് വായിക്കുമ്പം അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറയുന്ന വാക്ക് ആണ് ഇപ്പോൾ പറഞ്ഞത്. ആമീൻ ആമീൻ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ ഹല്ലേലൂയ. പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവരാ. വന്നിരുന്നിട്ട് പറയരുത് കുറ്റം പറഞ്ഞിട്ടുണ്ട്. പല കുമ്പസാരക്കൂട്ടിൽ നമ്മുടെ കുടുംബത്തിലേക്ക് തിന്മ കടന്നു വരുന്നൊരു പ്രധാനപ്പെട്ട ഏരിയയായ അമ്മ, മക്കൾ, അപ്പൻ വന്ന് 3 പേര് കുമ്പസാരിക്കുക. അമ്മയും മക്കളും ഒരേ കാര്യമാണ് പറയുന്നത്. പരദൂഷണം, കുറ്റം പറച്ചില്, ശപിക്കപ്പെട്ടവര്. നമ്മൾ നാളത്തെ കുമ്പസാരത്തിൽ ഓർക്കണം കേട്ടോ, വലിയ പാപമാണ്. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് സ്വസ്ഥതയായിട്ട് ജീവിച്ചൊരു കുടുംബത്തെ ഇന്ന് ഛിന്ന ഭിന്നമാക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മഹാപാപം. സ്വസ്ഥതയിൽ പോയിരുന്നൊരു നമ്മളൊരു ഊഹാഭോഗം ഉണ്ടാക്കി, അവൾ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, ഞാൻ അവിടെ വെച്ച് കണ്ടു, ഞാൻ ഇവിടെ വെച്ച് കണ്ടു, എല്ലാം എല്ലായിടത്തും നമ്മൾ പറയരുത്. അതെപ്പോഴും തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. നമ്മളൊക്കെ ഈ ഹസ്ബൻഡും വൈഫും ഒക്കെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ചില സമയങ്ങൾ നമ്മൾ വരുമ്പോൾ നമ്മൾ മാറ്റിയിരുത്തി സംസാരിക്കും. കാരണം അവിടെ ഒരു വിലക്കലേ ആവശ്യമുള്ളൂ. എല്ലാം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിപ്പറിച്ച് പറയേണ്ട കാര്യങ്ങളില്ല. മനുഷ്യർക്കുണ്ടായ തെറ്റുകൾ നമ്മൾ അറിഞ്ഞാൽ നമ്മൾ അവരെക്കാൾ അപ്പുറം. ഒരു കുടുംബത്തിലൊരു പ്രശ്നം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഓർക്കണം, അവിടെ ഇതൊന്നും അറിയാത്ത നിഷ്കളങ്കരായ 2 കുഞ്ഞുങ്ങളുണ്ടാവാം, 3 കുഞ്ഞുങ്ങളുണ്ടാകാം. നീ ഈ കത്തിച്ചു വെക്കുന്ന ഈ പരദൂഷണത്തിൻ്റെ, ഈ ഏഷണിയുടെ, ഈ സൂക്ഷിക്കാതെ വെച്ച രഹസ്യത്തിൻ്റെ അനന്തരഫലം എന്താണെന്നറിയാമോ? ആ കുഞ്ഞുങ്ങൾക്ക് ആ അപ്പൻ്റെ അമ്മയുടെ സ്നേഹവും കരുതലും സംരക്ഷണവും നഷ്ടപ്പെടാനിടയായി. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. എവിടെ പാപമോചനം ലഭിക്കും? ഓർക്കണം, നമ്മളെ കരുണ കാണിക്കാൻ നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാവണം. കാരണം നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, എന്താ ആ കുഞ്ഞുങ്ങളെ ഓർത്താണ് നമ്മൾ അവരോട് കരുണ കാണിക്കുന്നത്. നമ്മുടെ പലപ്പോഴും പഴയ ഒരു മനുഷ്യരുടെ ഒരു വലിയ ഭാവമായിരുന്നത്. ഒരു മദ്യപാനിയായ ഒരു അപ്പനുള്ളൊരു വീടുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ പലപ്പോഴും പള്ളിക്കാരുൾപ്പെടെ, ഞാൻ പബ്ലിക്കായിട്ട് തന്നെ പറയും, പള്ളിക്കാരുൾപ്പെടെ ഒരു സഹായം അവർക്ക് ചെയ്യത്തില്ല. നമ്മൾ അതിന് പറയുന്നൊരു കൺക്ലൂഷൻ എന്താണെന്ന് അറിയാമോ? അവൻ തോന്നിയവാസിയായിട്ട് മദ്യപിച്ചു, അതിന് ഈ പാവങ്ങൾ എന്ത് ചെയ്തു? ഈ കുഞ്ഞുങ്ങളും അവളും എന്ത് ചെയ്തു? അവൾ രാവിലെ പറഞ്ഞിട്ടാണോ ഇവൻ പോയി കുടിച്ചിട്ട് വരുന്നത്? അത് കാരണമാണോ ഈ കുഞ്ഞുങ്ങളൊരു നല്ല ഉടുപ്പിടാൻ പറ്റാത്തത്? അവരെന്ത് പാപം ചെയ്തു? അവൻ ഈ മദ്യത്തിൻ്റെ ദുരാശയുണ്ട്, ആ ദുരാത്മാവ് കൊണ്ട് അവൻ നശിച്ച് ജീവിക്കുക. പക്ഷേ നമ്മുടെ കൂട്ടായ്മയിലുള്ള ആ കുടുംബത്തിലെ പാവപ്പെട്ട ആ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? അല്ലെ ഇവൻ്റെ ഭാര്യയായി പോയ സഹനത്തിനപ്പുറം ആ സ്ത്രീക്ക് എന്ത് തെറ്റാണുള്ളത്? നമ്മളവിടെ കരുണ കാണിക്കണ്ടേ? നമ്മളീ പലരും പറയും, അവൻ എന്നും പണിക്ക് പോകുന്നുണ്ട്, അവന് വേണ്ടി മാത്രമാണ് പോകുന്നത്. ആ കുടുംബത്തിന് യാതൊരു മേൽഗതി അതുകൊണ്ടില്ല. കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നാവിൽ നിന്ന് എന്താണെന്നറിയാമോ? യാക്കോബ് ശ്ലീഹായുടെ ലേഖനം എടുത്തേ. നാവിനെക്കുറിച്ച് നമ്മുടെ ടൈറ്റസ് അച്ചൻ വന്നാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ആ ഭാഗമാണ്. ഞാനത് പറയാം. യാക്കോബ് ശ്ലീഹായുടെ ഇതെടുത്തേ, 3-ാം അധ്യായം 10-ാം വാക്യം. ഞാൻ ഒരുപാട് വചനങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ കേൾക്കാർ ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരരെ, അത് ഉചിതമല്ല. അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ? എൻ്റെ സഹോദരരെ, അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കുവാൻ കഴിയുമോ? ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാവുമോ? ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. നമ്മുടെ നാവ് ഓർക്കണം. ഇവിടെ നിന്ന് സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം കുടുംബങ്ങൾ തകർക്കാൻ, ബലഹീനതകൾ കൊട്ടിഘോഷിക്കാൻ, അപരൻ്റെ നിസ്സഹായ അവസ്ഥകളെ ആഘോഷിക്കാനൊക്കെ നമ്മൾ നമ്മുടെ നാവ് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ഓർത്തുകൊള്ളുക, ദൈവത്തിൻ്റെ വചനം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അനുഗ്രഹവും ശാപവും ഒരേപോലെ ഒരു നാവിൽ നിന്ന് പുറപ്പെടാൻ സാധിക്കുകയില്ല. ഒരേ അരുവി, ഒരേ ഒരു വെള്ളത്തിൻ്റെ ഒരു നദി കയ്പും മധുരവും കൂടി ആകാൻ വെള്ളത്തിന് സാധിക്കത്തില്ല. നമുക്ക് ഏതെങ്കിലും ഒന്നാകാനേ പറ്റുള്ളെന്ന് തിരിച്ചറിഞ്ഞോണം. നിനക്ക് ഒന്നുകിൽ അനുഗ്രഹമുള്ള വ്യക്തിയായിട്ട് പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക. കുമ്പസാരത്തിൻ്റെ കണ്ടന്റ് ആൻഡ് ഫണ്ടമെൻ്റൽ എലമെൻ്റ് അതാണ്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ അനുഗ്രഹമുള്ള വ്യക്തിയായിട്ട് മാറുകയാണ്, കൃപയുള്ളവരാകുക. സഹോദരരെ, അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ ഓരോന്നിനും അതിൻ്റെ ഫലമേ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. ചക്കയ്ക്ക്, പ്ലാവിന് ചക്ക ഉണ്ടാക്കാനേ സാധിക്കൂ, മാവിന് മാങ്ങ ഉണ്ടാക്കാനേ സാധിക്കൂ, തെങ്ങിന് തേങ്ങ ഉണ്ടാക്കാനേ സാധിക്കൂ.
നമ്മൾ ഈ പുണ്യങ്ങളെല്ലാം ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ തിന്മ പ്രവർത്തിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, കുമ്പസാരങ്ങൾ നിരർത്ഥകമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ദുശീലങ്ങളുള്ള വ്യക്തികൾ പ്രത്യേകമായിട്ട് ഓർക്കുക, ഇത് ഏറ്റുപറയേണ്ട പാപമാണെന്ന് മാത്രമല്ല വെറുത്തുപേക്ഷിക്കേണ്ട തിന്മയാണ്. ശേഷം നമ്മൾ വീണ്ടും കാണുന്നുണ്ട് അടുത്ത ഒരു തിന്മ എന്നതാണ്. നമുക്ക് ദ്രവ്യാസക്തിയെക്കുറിച്ച് പറയുമ്പോൾ ദ്രവ്യങ്ങൾ എല്ലാം, ദ്രവ്യമെന്ന് പറയുന്ന എന്തായിട്ടാണ് നമ്മൾ കാണുന്നത്? നമ്മൾ കാണുന്നത് എന്താ? പണം എന്നുള്ള രീതിയിലാണ്. ദ്രവ്യമെന്ന് പറഞ്ഞാൽ വസ്തുക്കൾ എന്നുള്ളതാണ്. നമ്മളിൽ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വസ്തുക്കളോടുള്ള അമിതമായ ആസക്തിയുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ, വീട്ടിൽ ഇങ്ങനെ അടുങ്ങി ഡ്രസ്സുകൾ ഇരിക്കുകയാണെങ്കിലും കലണ്ടറിൽ ഏതെങ്കിലും ഒരു വിശേഷാവസരം വന്നാൽ ഉടനെ ഒരു പുതിയതെടുക്കണം, ഒന്നുമില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ചില ഭർത്താക്കന്മാർ പ്രാർത്ഥിക്കും, ദൈവമേ നാട്ടിൽ കല്യാണം ഒന്നും വരരുതേ, കല്യാണം ഒന്നും വിളിക്കരുതേ എന്ന്. ആരെങ്കിലും വരുമ്പോൾ ഇങ്ങനെ കാണിക്കും, ഞാൻ കൊണ്ടൊന്ന് 1000 തന്നേക്കാൻ പൊക്കോന്ന്. കാരണം എന്ന് വെച്ചാൽ ഭാര്യ കാണാതെ ഇവൻ ഇത് പറഞ്ഞിട്ട് പോയി 1000 നിൽക്കും. ഇല്ലെങ്കിൽ ഉടനെ തന്നെ എന്ത് പറയും? കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് ഒരു സാരി വേണം. സാരി മാത്രം പോരാ, അതിൻ്റെ അക്സസറീസ് എല്ലാം മേടിക്കണ്ടേ? അപ്പോൾ എന്തുമാത്രം പൈസ വേണം? വസ്ത്രത്തോടുള്ള അമിതമായ ആസക്തി, ഭക്ഷണത്തോടുള്ള അമിതമായ ആസക്തി, പണത്തോടുള്ള. ഞായറാഴ്ച പള്ളിയിൽ വരാതെ മീൻ കച്ചവടത്തിന് പോകുന്നവർ, ലൈറ്റ് അടിക്കാൻ പോകുന്നവർ, നീണ്ടുവല ഇടാൻ പോകുന്നവർ, നീണ്ടുവല എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതിടാൻ പോകുന്നവർ, പിന്നെ ചീനവല ഇടാൻ പോകുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അല്ലേ. നീട്ടവല അല്ലേ, നീട്ടുവല, നീട്ടുവല കറക്റ്റ് എനിക്കറിയാം, ഞാനത് പെട്ടെന്ന് മറന്നു പോയതേ ഉള്ളൂ. അപ്പോൾ ആ വല ഇങ്ങനെയുള്ളതൊക്കെ ഇടാൻ പോയിട്ട് കുർബാന അവിടെ നടക്കുമ്പോൾ വള്ളത്തേലിരുന്ന് ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്ന ടീമുകളൊക്കെ ഓർത്തോണം, ഇവിടെങ്ങുമില്ല. ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിൽ മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണെന്നാണ് ആ അമ്മച്ചി പറയുന്നത്. ന്യായവും യുക്തവുമാണെങ്കിൽ അച്ഛൻ അത് പിൻവലിച്ചിരിക്കുന്നു. പക്ഷേ അങ്ങനെ ആവണം, ഞാൻ അച്ഛനോടുകൂടെ ഒന്ന് ചോദിക്കും. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ച്, നമ്മൾക്ക് ഞായറാഴ്ച നമുക്ക് ദൈവാരാധന, ഞാൻ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച്, പാവപ്പെട്ട അച്ഛനും ഈ ഇടവകയുടെ ഉത്തരവാദിത്തപ്പെട്ടവരും കൂടി പത്തനംതിട്ട കിടന്ന് എന്നെ വിളിച്ച് ഇവിടെ വരുത്തി ഈ 4-5 ദിവസം ചെലവിനും തന്ന് എന്നെ ഇവിടെ നിർത്തിയിരിക്കുക. ഇത് എത്രത്തോളം ഫലദായകമാക്കി എടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പോകുന്ന എല്ലാ കാര്യവും ലോകത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ഞാൻ പറയുന്ന കാര്യത്തിലല്ല ഈ വചനം കോട്ട് ചെയ്യുന്നുണ്ട്, അതിനൊരു വിശുദ്ധിയുണ്ട്. ആ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്പർശിക്കുന്നുണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ നിന്ന് ഞാൻ കോമഡികളല്ല പറയുന്നത്, നല്ല ഭംഗിയായിട്ട് എല്ലാവരെയും ചിരിപ്പിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഒരു തുള്ളി പോലും ചിരിക്കാതെ നിന്ന് അതെനിക്ക് സത്യമായിട്ടറിയാം. ഒന്നിന് പുറകെ ഒന്നായിട്ട് കൗണ്ടർ വെച്ച് പറഞ്ഞ് പറയാം. പക്ഷേ ഞാൻ വിതയ്ക്കുന്നത് വിത്ത് വിതയ്ക്കാനാണ് എനിക്ക് ആഗ്രഹം, പതിര് വാരി വിതറാനല്ല. നിങ്ങൾ ഇവിടുന്ന് ചിരിച്ച് വീട്ടിൽ പോകുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. കാരണം ഞാനൊരു ഹാസ്യതാരമാകാനായിട്ടല്ല ഇവിടെ വന്ന് നിൽക്കുന്നത്, അല്ല. ഈ കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും ഇടയ്ക്കൊരു പ്രാവശ്യം പറഞ്ഞു, വചനപ്രഘോഷണങ്ങളിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവജനം കൂടുതലായിട്ട് ഇന്ന് ഇഷ്ടപ്പെടുന്നത് ഒന്നെങ്കിൽ ഭൗതിക നന്മകളെ ഹൈലൈറ്റ് ചെയ്യുന്ന വചനപ്രഘോഷണങ്ങൾ, അല്ലെങ്കിൽ രോഗസൗഖ്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. ബൈബിൾ തുറക്കാനേ സമയമില്ല. ബൈബിളിൽ നിന്ന് ഒരു കാര്യവും പറയാതെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ. ഇതൊരു സാമൂഹിക പ്രസക്തമായ പ്രസംഗം പറയുന്ന സ്ഥലമല്ല. ഇവിടെ വചനപ്രഘോഷണമാണെങ്കിൽ വചനമാണ് പറയുന്നത്, വചനം തന്നെ കേൾക്കണം. അത് എത്ര ഇഷ്ടമല്ലെങ്കിലും കേട്ട് പറ്റിയ കേട്ട് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുത്തേ 2 തെസ്സലോനിയൻസ് എടുത്തേ, 2 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 3:6-12 എടുത്തേ. 3:6-12 അലസതയെക്കുറിച്ചുള്ളൊരു തിന്മ നമ്മുടെ കുമ്പസാരത്തിൽ വരണം. അലസത എന്താണെന്നറിയാമോ? ഒരാൾ പറയുകയാണ്, ഞാൻ ഇങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞാൽ കായലിൽ പോയിട്ട് തിരിച്ചു വന്നാൽ പിന്നെ എൻ്റെ പണി വീടൊന്നും തൂത്തുവാരിയിടത്തില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പാത്രം നീക്കി വെക്കത്തില്ല, ഒരു സാധനവും ഇല്ല, വന്നു കയറുമ്പോൾ മുതൽ സോണ്ടിക്കൊണ്ടിരിക്കുക. എനിക്കിഷ്ടമുള്ള ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിനെ അലസത എന്ന് പറയും. ഞാൻ എല്ലാവരോടും ചോദിക്കാറുള്ള കാര്യമുണ്ട്, പ്രാർത്ഥിക്കുന്നില്ല. ഒരാൾ പറയുന്നത് പ്രാർത്ഥിക്കുന്നില്ല, സന്ധ്യാപ്രാർത്ഥന നടത്തുന്നില്ല, വചനവായനയില്ല, ജപമാല ചൊല്ലും. അപ്പം ഞാൻ ചോദിക്കും, ആ സമയം മുഴുവൻ കിടന്ന് ഉറങ്ങുവാണോ എന്ന് ചോദിക്കും. ഉറങ്ങുവാണെങ്കിൽ പിന്നെ തിന്മയില്ല.
അപ്പം പറയും ഉറങ്ങുമല്ല, പിന്നെന്താ? പിന്നെ അവർക്ക് ഇഷ്ടമുള്ള എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് അവർ കൊന്ത ചൊല്ലാത്തത്. അത് അലസതയാണ്. അലസത എന്താണെന്നറിയാമോ? നമ്മൾ പലപ്പോഴും അലസത എന്ന് പറയുന്നത് എന്താണ്? ഒന്നും ചെയ്യാതിരിക്കുന്നത്. അങ്ങനെയല്ല, അതിന് വേറൊരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്, ഒരു വിവരണമുണ്ട്. എന്താണെന്നറിയാമോ? എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ട്, ഇപ്പം 12ൻ്റെയോ മറ്റോ എക്സാം നടക്കുന്ന സമയം, അല്ലെങ്കിൽ 10ൻ്റെ 10ാം ക്ലാസ്സുകാരുടെയൊക്കെ പരീക്ഷയുടെ സമയമാണ്. പരീക്ഷയ്ക്ക് പഠിക്കേണ്ട സമയം മുഴുവൻ ഇരുന്ന് ഫോണിൽ തോട്ടിക്കൊണ്ടിരിക്കുന്നത് അലസതയാണ്. എന്താണെന്നറിയാമോ? ചെയ്യേണ്ട ജോലി ചെയ്യാതെ ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോൾ അത് അലസന്റെ ലക്ഷണമാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. തെസ്സലോനിക്ക ലേഖനം പറയുന്ന ഒരു കാര്യമുണ്ട്. അത് പൗലോസ് വളരെ സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത്. എന്താണെന്നറിയാമോ? അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതിയിൽ ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരരെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. വളരെ പ്രധാനമാണ്. നമുക്കൊരു പാരമ്പര്യമുണ്ട്. നമ്മുടെ പാരമ്പര്യം എന്താണ്? സഭയുടെ വിശ്വാസത്തോടും ദൈവകൽപ്പനകളോടും വചനത്തോടും ചേർന്ന് പരിശുദ്ധ മദ്ബഹായിൽ അല്ലെ അൾത്താരയിൽ നിന്ന് വിശുദ്ധ കൂദാശയായ വിവാഹ കൂദാശയുടെ ഉടമ്പടിയിൽ ഒന്നായി ചേർന്ന് നമ്മൾ സ്ഥാപിച്ച കുടുംബമെന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ രാജാവും റാണിയുമായിട്ടിരിക്കുന്ന അപ്പനും അമ്മയും അവർക്ക് ദൈവം നൽകിയ സമ്മാനമായ കുഞ്ഞുങ്ങളോടൊപ്പം കുടുംബം സഭ അനുശാസിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വിളിക്കപ്പെട്ടവരാ. ആ പാരമ്പര്യവും ഇല്ലാതെ പണിക്ക് പോകും, പോയ വഴി എങ്ങോട്ടോ പോയി വെള്ളം ഒഴിച്ച് തിരിച്ചു വരും, പള്ളിയിലും കയറത്തില്ല, ഒന്നുമില്ല, പള്ളി മുറ്റത്തൂടെ വട്ടവും നീളവും നടന്നിട്ട് വീട്ടിൽ പോകുന്നു. അതിന് ചൂട്ട് പിടിക്കാൻ കുറേ ആൾക്കാർ. നമ്മുടെ യുവജനങ്ങളെ നമ്മളിന്ന് കണ്ടിട്ടുണ്ടേ അറിയാം. പാവം, ഞാൻ അവരെ വഴക്കുണ്ടാക്കാൻ പറയുകയല്ല. എൻ്റെ അടുക്കൽ വന്ന് ഏറ്റവും കൂടുതൽ അമ്മമാർ പറയുന്ന സങ്കടമാണ്. എന്താണെന്നറിയാം? പള്ളിക്കകത്ത് അവർ കയറത്തില്ല. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ചിന്ത ഇപ്പം വന്നിരിക്കുകയാണ്. അത് അപ്പന്മാരിലൂടെ ഉണ്ടായ ഒരു ദുഷ്ചിന്തയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. എന്താണെന്നറിയാമോ? അത് പ്രാർത്ഥിക്കുന്നത്, കുരിശ് വരയ്ക്കുന്നത്, ദൈവമേ എന്ന് വിളിക്കുന്നത്, ഇതൊക്കെ ഒരാണത്തത്തിന് ചേരാത്ത പരിപാടികളാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. കൊന്ത ചൊല്ലുന്നത് പെണ്ണിൻ്റെ പണി, ബൈബിള് വായിക്കുന്നത് പെണ്ണിൻ്റെ പണി, പെൺപിള്ളാരുടെ പരിപാടിയാണ്. പള്ളിക്കകത്ത് കയറുക, ഇവിടെ വന്നൊരു 21 വയസ്സായ ചെറുപ്പക്കാരൻ മുട്ടുകുത്തി കുരിശ് വരച്ചാൽ പുറത്ത് നിൽക്കുന്ന കുറേ ആൾക്കാർ അവനെ വിളിക്കുന്നത് വിശുദ്ധനെന്നാക്കും. അവനൊരു നാണം കെട്ട കാര്യം ചെയ്യുന്നു എന്നാണ്. ഇവിടെയാണ് നമ്മൾ കത്തോലിക്കര് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പറയുന്ന അകത്തോലിക്ക സഭയിൽപ്പെട്ട ആളുകളുണ്ടല്ലോ, കത്തോലിക്കരല്ലാത്തവർ. ഞാൻ കാണുന്ന കാര്യമാണ്, 1000 ശിഷ്ടം വീട്ടുകാരുള്ള ഒരു ഓർത്തഡോക്സ് പള്ളിയുടെ അടുത്തിരിക്കുന്ന കത്തോലിക്ക പള്ളിയുടെ വികാരിയാണ് ഞാൻ അവിടേക്ക് കുർബാനയ്ക്ക് പോകുമ്പം കാണുന്നുണ്ട്, ആ ഞായറാഴ്ചകളിൽ അവിടെ വരുന്ന ആൺപെൺ വ്യത്യാസമില്ലാതെ സകലരുടെയും കയ്യിൽ അവരുടെ കുർബാനക്രമവും അതോടൊപ്പം സത്യവേദ പുസ്തകം എന്ന ആ ബൈബിളും അവരുടെ കയ്യിലുണ്ട്. അവരിൽ ബഹുഭൂരിപക്ഷം പേരും വില കൂടിയ കാറിലാണ് വരുന്നെങ്കിലും വെള്ളവസ്ത്രം ധരിച്ചാണ് പള്ളിയിൽ വരുന്നത്. അവർക്ക് ബൈബിള് കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്നതിൽ യാതൊരു നാണക്കേടുമില്ല. അതിൽ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വചനത്തോടൊരു ബഹുമാനവും സ്നേഹവും അവർക്കുണ്ട്. ഇനി മർത്തോമാ സഭയുടെയൊക്കെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, വണ്ടിയൊന്നും ഇല്ലാത്തവർ പോലും റോഡ് സൈഡിൽ കൂടെ യാതൊരു നാണക്കേടുമില്ലെന്നേ. അവരുടെ വീട്ടിൽ 8 പേരുണ്ട്, 8 ബൈബിളുണ്ട് അവർക്ക്. ആ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഈ ബൈബിളും പുസ്തകവും പിടിച്ച് റോഡിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് നാണക്കേടില്ല. കത്തോലിക്കന് മാത്രം വചനപ്രഘോഷണത്തിൻ്റെ ദിവസവും ബൈബിൾ എടുക്കാൻ നാണക്കേടാണ്. അവന് കൊന്ത ചൊല്ലുന്ന നാണക്കേടാണ്. അവൻ്റെ മക്കൾക്ക് പള്ളിക്കകത്ത് കയറുന്ന നാണക്കേടാണ്. ഇപ്പോൾ തന്നെ ഇവിടെ നോക്കിയാൽ അറിയാം, ഫുട്ബോൾ കളിക്കാൻ പള്ളിക്കകത്ത് ഇടയുണ്ടെങ്കിലും നാട്ടുവരമ്പിലും കായൽ തീരത്തും പറമ്പിലും എവിടെയൊക്കെയാണ്, കോയിവള മുതൽ ഇങ്ങോട്ടുള്ള റോഡ് സൈഡിലെല്ലാമാണ് നമ്മൾ നിൽക്കുന്നത്. എവിടെയാണ് നമുക്കൊരു തിരുത്തൽ ആവശ്യമായിരിക്കുന്നത്? ദൈവത്തോട് ആഭിമുഖ്യമോ ദൈവിക കാര്യങ്ങളുടെ ആഭിമുഖ്യവും ഇല്ലാതിരുന്നിട്ട് ഈ കൂദാശകളുടെയൊക്കെ ഈ പരികർമ്മത്തിൽ വെറുതെ നിന്ന് സമയം കളയാനേ നമുക്ക് സാധിക്കൂ. കൃപ നമുക്ക് ലഭിക്കാത്തത് കൃപ തരാൻ ആഗ്രഹമില്ലാത്ത ദൈവമുള്ളത് കൊണ്ടല്ല, കൃപ സ്വീകരിക്കാൻ മനസ്സില്ലാതെ പുറം തിരിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ മനോഭാവമാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടുണ്ട് കളിയാക്കി പറയുന്ന പെന്തക്കോസ്ത് സഭാവിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ഹോളുകളിൽ ഞാൻ മതസൗഹാർദ്ദത്തിൻ്റെയോ അല്ലെങ്കിൽ എക്യൂമെനിക്കലും ഒക്കെ ആയിട്ടുള്ള പ്രോഗ്രാംസിന് ഞാൻ പോകുമ്പം, അല്ലെങ്കിൽ YMC എന്ന് പറഞ്ഞ എല്ലാ ക്രിസ്ത്യൻ കൂട്ടായ്മയുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പം കണ്ടിട്ടുണ്ട്, ആ മീറ്റിങ്ങിന് വരുന്നതിൽ കത്തോലിക്കൻ ഒഴികെ ബാക്കി എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ നോട്ട് ബുക്കും ഉണ്ട്. ഒരു കത്തോലിക്ക പുരോഹിതനായി ഞാൻ അവിടെ നിൽക്കുമ്പോൾ നാണം കെട്ടു പോവുക. കാരണം എന്താണെന്നറിയാമോ? ഞാൻ ഈ POC ബൈബിളും കൊണ്ട് ചെന്ന് അവിടെ വചനം പറയുമ്പം അവർ ആ സത്യവേദ പുസ്തകത്തിൽ ഞാൻ തിരിക്കുന്നതിന് മുമ്പ് 4 പേരവിടെ വായിച്ചു കഴിഞ്ഞിരിക്കും വചനം, അവരുടെ കുഞ്ഞുങ്ങളും വലിയവരും ഉൾപ്പെടെ. എങ്ങനെയുണ്ട് ഇത്? ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നവർക്ക് എത്ര പേർക്ക് ഉളുപ്പില്ലാതെ പറയാൻ പറ്റും? സുവിശേഷം ഞാൻ 2 വാക്ക് പറഞ്ഞാൽ 15 മിനിറ്റ് താമസിക്കാതെ എടുക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ചിന്തിച്ച് നോക്കണം.
എന്നിട്ട് അവരെ നാണം കെടുത്തുകയാണ് പോലും, നാണം. അതുകൊണ്ട് ഈശോ പറഞ്ഞ വാക്ക് മറക്കണ്ട. കിഴക്കൂന്നും പടിഞ്ഞാറൂന്നും തെക്കൂന്നും വടക്കൂന്നും ഒക്കെ ആമ്പിള്ളാർ വന്ന് ദൈവരാജ്യത്തിൽ ഇരിക്കുമ്പോഴേ ഈ വലിയ പൊങ്ങച്ചം പറഞ്ഞ നമ്മൾ പരിയമ്പുറത്ത് പോലും ഉണ്ടാകാൻ സാധ്യത ഇല്ലാതിരിക്കാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയണ്ട. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. സാധ്യതകൾ ഒരുപാട് നമുക്കുണ്ട്, പക്ഷേ സാധ്യതകളെ ഉപയോഗിക്കാത്തവരാണ്. വീട്ടിൽ വചനം വായിക്കാതെ ഞാനിതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് മാറ്റം ആവശ്യമാണ്. നമുക്കൊരു പാരമ്പര്യം നമ്മുടെ സഭ നൽകി, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നൽകി. ഈ പാരമ്പര്യത്തിന് ഇണങ്ങാത്ത ജീവിതം നമുക്ക് പാടില്ല. അതൊരു അലസതയാണ്. ഇന്നേ ദിവസം തന്നെ എത്രയോ ആളുകൾക്ക് ഈ ആലയത്തിൽ വന്ന് ദൈവവചനം ശ്രവിക്കാനുള്ള ഭാഗ്യമുണ്ട്, അത് കേൾക്കാനുള്ള ഭാഗ്യമുണ്ട്. ഈ ദിവ്യകാരുണ്യ പന്തലിൽ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ അച്ഛൻ പറയുന്ന ഒന്നും കേൾക്കണ്ടെന്നേ. ദിവ്യകാരുണ്യ സന്നിധിയിൽ വന്നൊന്ന് മുട്ടുകുത്തിയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അവർ പള്ളിയിൽ വരില്ല, പള്ളി വന്നാൽ തന്നെ കയറില്ല, അവർ റോഡിൽ കൂടെയും പറമ്പിൽ കൂടെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു കൾച്ചറാണ് നമ്മുടെ യുവജനങ്ങളെ മുഴുവനും. അത് ഒരു കാലത്ത് ഇത് ആൺകുട്ടികൾക്കാണെങ്കിൽ ഇന്ന് പെൺകുട്ടികളും ഒട്ടും മോശമല്ല. ദൈവത്തെ മറന്ന് അറിയാമോ, നമ്മൾ ഈ കണ്ട കാലം അത്രയും നമ്മൾ ഈ പുരുഷന്മാരിങ്ങനെ ആയപ്പോഴും ഇത് ലോകം മുഴുവൻ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, സ്വയവിമർശനം തെറ്റൊന്നുമല്ല. തിരിച്ചറിഞ്ഞുകൊള്ളുക, നമ്മൾ ഇപ്പോൾ വരെയും ഇത്രയും നാൾ നമ്മൾ പിടിച്ചു നിന്ന് നമ്മുടെ സ്ത്രീജനങ്ങളുടെ ഒരു ദൈവാഭിമുഖ്യം പലപ്പോഴും സഭയെ മുന്നോട്ട് നയിച്ചു. കാരണം പുരുഷന്മാർ വന്നില്ലെങ്കിലും സ്ത്രീകൾക്കുടെ വിശ്വാസം കുടുംബത്തെ വിശുദ്ധിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. അവർ പള്ളിയോടും സഭയോടും ചേർന്ന് കുഞ്ഞുങ്ങളെ വളർത്തി ഒരു പരുവത്തിനെങ്കിലും കൊണ്ടുവന്നു. ഇപ്പോഴത്തെ ഒരു ദുരന്തം എന്നാണെന്നറിയാമോ, പെൺപിള്ളാരും ഇപ്പം വിശ്വാസവും പള്ളിയും ഒന്നുമില്ല. അവർക്കും പള്ളി വരുന്ന ഇഷ്ടമല്ല. എനിക്കറിയാവുന്ന പള്ളികളുണ്ട്. ഞാൻ ഇങ്ങനെ ലൈവൊക്കെ പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും അധികം വിശദീകരിച്ച് പറയാൻ പറ്റത്തില്ല. എനിക്കതുകൊണ്ടാണ്. ഇനി പാപത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? പശ്ചാത്താപം നമുക്ക് ആവശ്യമാണല്ലോ, അല്ലേ? പാപത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ, അല്ലേ? അപ്പം പാപത്തിൽ നിന്ന് രക്ഷപ്പെടണം. മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ഉന്മേഷം ഉണ്ടായിരുന്നു. ഇനി അങ്ങ് വിടും, അത് ഇനി അതങ്ങ് പോകും. കാരണം വെച്ചാൽ ഭജനത്തിൽ നിന്ന് എന്തെങ്കിലും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉന്മേഷം അങ്ങോട്ട് കുറയും. അപ്പം കേട്ടെ, കൃത്യമായിട്ട് കേട്ടെ, പാപത്തിനെ കുറിച്ച് അനുദപിച്ച് പശ്ചാത്തപിച്ച് ഒരു നവജീവിതത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളോട് തന്നെയുള്ള സ്നേഹമോ നമുക്ക് മറ്റുള്ളവർ നൽകുന്ന സ്നേഹമോ അല്ല, ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അറിയുമ്പോഴാണ് പാപത്തെക്കുറിച്ചുള്ള ബോധം എന്നിലുണ്ടാവുന്നത്. അമ്മയേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഞാൻ തിരിച്ചറിയണം. നമ്മുടെ ഹെബ്രായ ലേഖനം 11:25 എടുത്തേ. ഹെബ്രായ ലേഖനം 11:25. ഹെബ്രായക്ക് എഴുതിയ ലേഖനം ഇങ്ങോട്ട് പുറകിലോട്ട് പോരട്ടെ. തെസ്സലോനിക്കായി ഒക്കെ കഴിയുമ്പോഴാണ്. പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. അവൻ ആരാന്നറിയാമോ? അവനാരാ? ഈ അവനാരാ? ഈ അവനെന്ന് പറഞ്ഞ ആൾ ആരാന്നറിയാമോ? ഹെബ്രായ ലേഖനം എടുത്തേ 11:25 വാക്യം. 11:25. ഞാൻ പറയാം. അമ്മച്ചി, ഞാൻ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല, ഞാൻ പറയാനുള്ള കാര്യമൊന്ന് അപ്പോഴൊന്ന് കേട്ടെ. ഈ 11 വാക്യത്തിൽ ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണെന്നറിയാം? അയാളെക്കുറിച്ച് പറയുന്നത് എന്താണ്? ആ 11 വാക്യം ഒന്ന് എഴുതേ. നമ്മൾ 11:25 വാക്യം, 25 വാക്യം ഒന്ന് വായിച്ചേ. പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടതകൾ പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാതിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത്. അതുകൊണ്ട് രാജകോപം അവൻ ഭയന്നില്ല. മോശ എന്ന് പറയുന്നൊരു വിശുദ്ധ ജീവിതം പഴയ നിയമത്തിലെ നമുക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു ജീവിതമാണ് ഈ മോശയുടെ ഏറ്റവും വലിയ സവിശേഷത എന്താ? സ്വർഗത്തിലേക്ക് ഉടലോടെ എടുക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന 3 കഥാപാത്രങ്ങൾ ആരൊക്കെയാ? മോശയും ഏലിയായും ഹാനോക്കും. ഈ 3 പേരെയാണ് സ്വർഗത്തിലേക്ക് നേരിട്ടെടുത്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന വ്യക്തികളാണ്. ഈ മോശയുടെ ജീവിതം നിങ്ങളൊന്ന് അനലൈസ് ചെയ്തേ. ജനിച്ചപ്പം അമ്മയുടെ അടുത്ത് അധികം ദിവസം ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ കൊണ്ട് വെള്ളത്തിൽ കൊണ്ടിട്ടു. കാരണം ആൺകുട്ടികളെ എല്ലാം കൊല്ലുമെന്നുള്ളതുകൊണ്ട് അവിടെ ഇരുന്നിട്ട് അമ്മ കാത്തിരുന്നു. ഭാഗ്യം പോലെ ഫറവോടെ പുത്രി വന്ന് കണ്ടു, എടുത്തുകൊണ്ട് പോയി കൊട്ടാരത്തിൽ വളർത്തി. 40 വയസ്സ് വരെ അവിടെ ജീവിച്ചു. വളരെ സുഖമായിട്ട് അവിടെ ജീവിക്കുമ്പോഴാണ് ഈ പുറത്തോട്ട് ഇറങ്ങിയപ്പം കണ്ടത് എന്താ? ഈജിപ്തുകാരെ എടുത്തിട്ട് ചാമ്പുന്ന ഈജിപ്തുകാരെ കണ്ടു.
അതിലൊരുത്തനെ തല്ലിക്കൊന്നു. പിന്നെ അവിടെ നിൽക്കാൻ പറ്റുമോ? 40-ാം വയസ്സിൽ ഒരു ഓട്ടം തുടങ്ങി. പിന്നെ ഒരു 40 വർഷം, 120 വയസ്സ് വരെയാണ് ഈ മോശ ജീവിച്ചത്. പിന്നെ ഒരു 40 വർഷം എന്തായിരുന്നു? ജത്രോ എന്ന് പറയുന്ന അമ്മാവൻ്റെ അടുത്ത് പോയി, അവിടെ പോയി, അമ്മാച്ചൻ്റെ അടുത്ത് പോയി, അവിടെ പോയി ആടിനെ മേയിച്ച് പന്നിയെ മേയിച്ച്, അവിടെ പന്നിയില്ല കേട്ടോ, ആട്, അങ്ങനെ പറഞ്ഞെന്ന് പറയില്ല, ആട് മേയിച്ച് ദുരിതത്തിൽ നിന്ന് ദുരിതത്തിനകത്ത് ജീവിച്ച് അവിടെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഗ്നിയിൽ എരിയാത്തൊരു മുൾപ്പടർപ്പിൽ കർത്താവിൻ്റെ ദർശനം ലഭിക്കുന്നത്. അവിടെ തൊട്ട് അടുത്ത കഷ്ടപ്പാട് തുടങ്ങുക. അഹ്റോനെയും കൂട്ടിക്കൊണ്ട് ഒരു ജനത്തെ ഈ ഈജിപ്തിൽ നിന്ന് 40 വർഷം ഈ മനുഷ്യൻ കഷ്ടതകൾക്കകത്ത്, നന്ദി കെട്ടൊരു ജനം, എപ്പോഴും കുറ്റം പറയുന്നൊരു ജനം, ഇപ്പോൾ ഒരു നന്മ കിട്ടി 10 മിനിറ്റ് കഴിഞ്ഞ് അത് മറക്കും. സംഖ്യാപുസ്തകം 21-ാം അധ്യായം ഒന്ന് എടുത്തേ. യാതൊരു സങ്കോചവും ഇല്ലാതെ ഇവർ പറയുന്നൊരു വാക്കുണ്ട്. നമ്മളിൽ പലരും ഈ വിശുദ്ധ കുർബാനയോട് ചേർത്ത്, നമ്മളിൽ പലർക്കും കുമ്പസാരത്തിൻ്റെ സമയത്ത് ഈ വാക്യം നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. നമുക്കിങ്ങനെ ആയി പോയിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. 21-ാമത്തെ അധ്യായം എടുത്തേ, സംഖ്യ 21. 21 അച്ഛനിപ്പം പറയാം. 21-ന്റെ സംഖ്യാപുസ്തകം 21-ാമത്തെ അധ്യായത്തിൻ്റെ പിച്ചള സർപ്പത്തിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. കർത്താവിനെ ഒന്ന് വായിച്ചേ, എൻ്റെ തുടക്കം ഒന്ന് വായിച്ചേ. 5 മുതലുള്ള വചനം. യാത്രാമധ്യേ ജനം അക്ഷമരായി ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് അഗ്നിയെ സപ്രങ്ങളെ അയച്ചു. മരുഭൂമിയിലൂടെ ഒരു ജനത്തെ കൂടെ നടന്ന് കർത്താവ് നയിക്കുക. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായിട്ട് അവർക്ക് ഭക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്നുമുള്ള ഭക്ഷണം മന്ന കൊടുത്തു. ആ മന്ന ഭക്ഷിച്ചവർ മുന്നോട്ട് പോകുമ്പോൾ മോശ ആദ്യം അവസാനവുമായിട്ട് ഒരൊറ്റ തിന്മയെ ചെയ്തിട്ടുള്ളൂ. കാനാനിൽ മോശയ്ക്ക് കടക്കാൻ പറ്റാഞ്ഞത് 20-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്താണ്? ഇസ്രായേൽ ജനം 1-ാം മാസത്തെ സീൻ മരുഭൂമിയിലെത്തി. അവർ കാദേശിൽ താമസിച്ചു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. അവിടെ ജനത്തിന് വെള്ളം ലഭിച്ചില്ല. അപ്പോൾ തന്നെ കൂടെ നടന്ന് ഈ ജനത്തിന് വേണ്ടി തന്നെ എത്രയാണ്? 40, 80-ാം വയസ്സിലാണ് ഈ മനുഷ്യൻ ഈ വലിയ സാഹസം ഈ ജനത്തെ കൊണ്ട് പോകുന്നത് ചിന്തിക്കണം. ഈ 80-ാം വയസ്സിൽ ഈ പടുവൃദ്ധൻ ഈ പറയുന്ന ജനത്തിന് വേണ്ടി ജീവിക്കുക. ആ മനുഷ്യനോട് അദ്ദേഹവും വെള്ളമില്ലാതെ നിൽക്കുമ്പോഴത്തേക്ക് ജനമെല്ലാം മറന്നിട്ട് മോശയോട് എതിർക്കുക. ജനം മോശയ്ക്ക് എതിർത്ത് പറഞ്ഞു. 3-ാം വാക്യം, ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ മരിച്ചു വീണപ്പോൾ ഞങ്ങളും മരിച്ചിരുന്നെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾ ഇവിടെ കിടന്ന് ചാകാൻ വേണ്ടി നിങ്ങൾ കർത്താവിൻ്റെ സമൂഹത്തെ മരുഭൂമിയിലേക്ക് എന്തിനു കൊണ്ടുവന്നു? ഈ ദുഷിച്ച സ്ഥലത്തേക്ക് നയിക്കാൻ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത് എന്തിന്? ഇങ്ങനെ ഓരോരോ കാര്യം പറഞ്ഞ് മോശയെ അങ്ങ് ദേഷ്യപ്പെടുത്തുക. മോശ ജനത്തിന് വേണ്ടി കർത്താവിനോട് മോശയെ അഹ്റോനും പ്രാർത്ഥിക്കുമ്പം മോശയോട് പറഞ്ഞെന്താ? ആ കാണുന്ന പാറയിലോട്ട് പോയിട്ട് എന്തോ ചെയ്യാൻ പറഞ്ഞു? അടിക്കാൻ പറഞ്ഞില്ല. കൈ ഉയർത്തിയിട്ട് വടിവെച്ച് എന്ത് പറയാൻ പറഞ്ഞു? നിന്റെ വടി കയ്യിലെടുക്കുക. നീ നിന്റെ സഹോദരൻ അഹ്റോനെയും കൂട്ടി സമൂഹത്തെ വിളിച്ചു കൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുമ്പിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക. പാറയുടെ അടുത്ത് ചെന്ന് ഇത്രയും പറഞ്ഞാൽ മതി. വടിയെടുത്തിട്ട് പാറയോട് പറയാം വെള്ളം പുറപ്പെടുവിക്കുക. വെള്ളം വരും. പക്ഷേ ഒരു കാര്യമുണ്ട്, ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ വെള്ളം കൊടുക്കുക. കൽപ്പന അനുസരിച്ച് മോശ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് വടിയെടുത്തു. മോശയും അഹ്റോനും കൂടി പാറയ്ക്ക് മുമ്പിൽ നിന്ന് ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി. മോശ പറഞ്ഞു, മോശയ്ക്കങ്ങ് ദേഷ്യം കയറി. ഈ എത്ര പറഞ്ഞാലും തലയെ കയറാത്ത ഈ ജനത്തോട് ദേഷ്യം കയറിയിട്ട് മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണോ? മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം ആഞ്ഞടിച്ചു. കർത്താവ് പറഞ്ഞത് കേൾക്കാതെ ആകെ ഈ പാവം മനുഷ്യൻ ചെയ്ത ഏക തെറ്റായത് എന്താണ്? ഇതുകൊണ്ടൊരു പ്രശ്നം വന്നത്. യൂദാസിന്റെ ലേഖനം എടുത്തേ. യൂദാസിന്റെ ലേഖനം. നമ്മളിന്ന് പാപത്തെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചുമാണല്ലോ നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ പാപാവസ്ഥയിൽ നമ്മളാകാതിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കറക്റ്റായിട്ട് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. എന്താണ്? മോശയുടെ ശരീരത്തിന് കണക്ക് പറയുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. സാത്താൻ വന്നിട്ട് പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല.
ഭാഗം ഏതായിരുന്നു? യോഹന്നാന്റെ 3-ാം ലേഖനം കഴിഞ്ഞുള്ള യൂദാസിന്റെ ലേഖനം. യൂദാസിന്റെ ലേഖനം വചനം പറഞ്ഞേ. 9-ാം തിരുവചനം, 9-ാമത്തെ വചനം. അത് കണ്ടുപിടിക്കാനാണ് ഞാൻ ഇത്രയും സമയം എടുത്തത്. യൂദാസ് എന്ന് പറഞ്ഞാൽ വചനം മാത്രം അടയാളപ്പെടുത്തിയിട്ടില്ല. പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തിൽ പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലെ ഉച്ചരിക്കുവാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? മോശ മരിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് പിശാച് മോശയുടെ ശരീരത്തിൻ്റെ അവകാശവാദവുമായി വരുമ്പോൾ സ്വർഗത്തിൻ്റെ കാവൽ ദൂതനായ മിഖായേൽ അവിടെ വരികയാണ്. മോശയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ പാവം മനുഷ്യൻ ഈ 120-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ കാനാനെ ഒരു 10 കിലോമീറ്ററെങ്കിലും ദൂരെ ഒരു നോക്ക് കാണാനേ പറ്റുകയുള്ളൂ. സഹിക്കാൻ പറ്റാത്തൊരു സങ്കടമാണ്. ജനിച്ച നാൾ മുതൽ ഏതൊരു നിയോഗത്തെ പ്രതി താൻ യാത്ര ചെയ്തോ ആ നിയോഗത്തിൻ്റെ പടിവാതിൽക്കൽ വെച്ച് മോശയ്ക്കൊരു ശാപം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ദൈവശിക്ഷ കിട്ടുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഈ അനുസരണക്കേട് കാണിച്ചു മോശ എന്ത് ചെയ്തു? 12-ാം വാക്യമേ, 20-12, സംഖ്യയുടെ 20-12 എന്താണ്? മോശയും അഹറോനും കൂടി പാറയ്ക്ക് മുമ്പിൽ നിന്ന് ജനങ്ങളെ ഒന്നിച്ചുകൂട്ടി മോശ പറഞ്ഞ്, ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടികൊണ്ടടിച്ചു. ധാരാളം ജലം പ്രവഹിച്ചു. മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു. ദൈവവചനമാണ് നമ്മൾ കേൾക്കുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവ് മോശയോടും അഹറോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എന്തുകൊണ്ടിത് ചെയ്തു? എന്തുകൊണ്ടിത് ചെയ്തു? നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും ഒരു ശിക്ഷയാണെന്ന്, അല്ലേ? അവിടെ പിശാച് മോശ മരിച്ചപ്പോൾ അവിടെ വന്നപ്പോൾ മിഖായേൽ മാലാഖയെ അവിടെ കൂടെ നിൽക്കുന്ന സമയത്ത് നിന്ദിച്ചപ്പോൾ മിഖായേൽ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. കാരണം പിശാചിന് മോശയുടെ ശരീരത്തെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം മോശയ്ക്ക് ആദ്യ അവസാനവുമായിട്ട് ഒരു തെറ്റേ സംഭവിച്ചിട്ടുള്ളായിരുന്നു. ഈ വടി അങ്ങോട്ട് കൊണ്ടുവന്ന് പറയാൻ പറഞ്ഞപ്പം വല്ലാത്തൊരു ടെമ്പറായിപ്പോയി. കാരണം എത്ര നന്മ ചെയ്താലും തിരിച്ചറിയാത്ത ഈ ജനത്തിനോടുള്ള ആ ദേഷ്യത്തിൽ വടി കൊണ്ട് 2 പ്രാവശ്യം അടിച്ചു. ഒരു അനുസരണക്കേടിന് ശിക്ഷയുണ്ട്. ഇവിടെ മോശയ്ക്ക് ഈ ശിക്ഷ ലഭിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആമേൻ, ഹല്ലേലൂയ. എന്ത് സംഭവിക്കുമായിരുന്നു? പിശാച് ഒരു ചോദ്യം ചോദിക്കും, കർത്താവേ, അന്ന് ആ പാവം ഹവ്വ പഴം പറിച്ച് തിന്നു, അനുസരണക്കേട് കാണിച്ചു, നീ ഒരു മര്യാദയില്ലാതെ അവരെ വലിച്ച് ചവിട്ടി പുറത്താക്കി. അവളോട് പറഞ്ഞു, ഇനിയും പിള്ളേരുണ്ടാകുമ്പോൾ നീ ഒത്തിരി വേദന അനുഭവിക്കണം, അതുപോലെ തന്നെ നീ ഇനി മണ്ണ് തിന്നും, സർപ്പവും നീയും തമ്മിലും നിന്റെ മക്കൾ സർപ്പത്തിൻ്റെ കുതികാല് കവിട്ടും മറ്റേ മറിച്ച് എല്ലാം പറഞ്ഞ് പണി കൊടുത്തു. ഏതൊക്കെ അനുസരണക്കേട് കാണിച്ചു അവനൊക്കെ ശിക്ഷ കൊടുത്തു. ഇതാ നിനക്ക് ഇഷ്ടപ്പെട്ട മോശ തെറ്റ് ചെയ്തപ്പോൾ താണ്ട് ഒരു കുഴപ്പമില്ലാതെ അവനെ കാനാലിലും കയറ്റി താണ്ട മരിച്ചും കിടക്കുമ്പോൾ ഏത് ന്യായത്തിൻ്റെ പേരിലാണ് നീ മേളിലോട്ട് കൊണ്ടുപോകുന്നത്? അത് ചോദിക്കാൻ സാത്താന് വോയിസ് ഇല്ലാതായി. ഇവിടെ എന്താണ്? മോശയ്ക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ ആ അനുസരണക്കേടിൻ്റെ ശിക്ഷ മോശയ്ക്ക് ഇവിടെ തന്നെ കിട്ടി. എന്താണ്? മോശയുടെ ഏറ്റവും വലിയ ജന്മസാഫല്യം എന്തായിരുന്നു? താൻ കർത്താവ് തന്നെ ഭരമേൽപ്പിച്ച് ചെങ്കടലിൻ്റെ നടുവിലൂടെ കൊണ്ടുവന്നൊരു ജനം, മരുഭൂമിയിൽ മന്ന കൊണ്ട് തൃപ്തിപ്പെടുത്തി, കാടപ്പക്ഷിയെ കൊണ്ട് തൃപ്തിപ്പെടുത്തിയൊരു ജനം, കടന്നു വന്ന വഴികളിലെ രാജാക്കന്മാരെയൊക്കെ ദൈവകൃപ കൊണ്ട് നേരിട്ടൊരു ജനം. ആ ജനത്തെയും കൊണ്ട് ഏത് സ്ഥലത്തേക്കാണോ നമ്മൾ ചെല്ലാൻ വിധിക്കപ്പെട്ടത് ആ സ്ഥലം കാണാതെ മരിക്കേണ്ടി വന്നു. ദൂരെ നിന്നൊന്ന് കാണാനേ പറ്റിയുള്ളൂ. പാലും തേനും ഒഴുകുന്ന കാനാനിൽ പ്രവേശിക്കാതെ മോശ കടന്നു പോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മോശയ്ക്ക് അങ്ങനെ ഒരു അനുഭവം ദൈവം കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മോശയുടെ ശരീരത്തിന് തിന്മയ്ക്കൊരു അവകാശം ഉണ്ടാകാൻ പാടില്ലെന്ന് കർത്താവ് ഉറപ്പിച്ചിരുന്നു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഉറപ്പിച്ച് ഈ സന്ധിയിൽ നമുക്ക് പറയാം, ഈ കുമ്പസാരക്കൂട് നമുക്കിതാണ്. എൻ്റെ ശരീരത്തിന്മേൽ തിന്മയ്ക്കൊരു അവകാശം ഉന്നയിക്കാൻ ഒന്നും എന്നിൽ ബാക്കിയില്ലാത്തൊരു കുമ്പസാരമാണ് ഞാൻ നടത്തേണ്ടത്. ആമേൻ, ഹല്ലേലൂയ. ഉടലോടെ ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടത്തക്ക വിധത്തിൽ വിശുദ്ധീകരിക്കപ്പെടാൻ. അതുകൊണ്ടാണ് അച്ഛൻ ഈ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞ് നിങ്ങളോട്. എന്താ പറഞ്ഞത്? മക്കളെ, വചനം എടുത്തു വെച്ച് വായിക്കണമെന്ന്. വചനം വായിച്ച് നമ്മൾ വചനം കൊണ്ട് ജീവിക്കുന്നവരാകുമ്പോൾ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കൃപയിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ബൈബിള് വെറുക്കുന്ന ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റില്ല. കാരണം
നിന്റെ വിശ്വാസം മുഴുവൻ ഇതിലാണ്. ഇതില്ലാതെ നിനക്ക് എവിടെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത്? ഒരു മരുന്ന് പോലും കയ്യിലില്ലാത്ത ഒരാളെ ഡോക്ടർ നമുക്ക് വിളിക്കാൻ പറ്റുമോ? ടെക്നിക്കലി അയാളെ ഡോക്ടർ എന്ന് പറയാമെന്നേ ഉള്ളൂ. അയാളെ കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ല. ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോ മക്കളെ? കയ്യിലൊരു പാരസെറ്റാമോൾ പോലും ഇല്ല, അയാൾ ഡോക്ടറാണെന്നും പറഞ്ഞിരിക്കുക. കഥ പറഞ്ഞിട്ട് പോകാമെന്നല്ലേ ഉള്ളൂ. നമ്മൾ ഈ വചനമില്ലാതെ ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഇത് കഥ കേട്ടിട്ട് നമ്മൾ എഴുന്നേറ്റ് പോവാ. പള്ളിപ്പെരുന്നാളായതുകൊണ്ട്, ബൈബിൾ കൺവെൻഷൻ വെച്ചതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് പോവാ. പോവും. കാരണം ഈ ദിവസങ്ങളിൽ പോലും ഞാൻ ഇന്നലെ പറഞ്ഞിട്ടേ, വീട്ടിലെല്ലാവരും വൈകിട്ട് ഭക്ഷണം കഴിച്ച് കിടന്ന എല്ലാവരും ഒന്ന് കൈ ഉയർത്തിക്കേ. ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിച്ച എല്ലാവരും ഒന്ന് കൈ ഉയർത്തിക്കേ. ഇന്നലെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചവരെല്ലാവരും സത്യസന്ധമായിട്ടൊന്ന് കൈ ഉയർത്തിക്കേ. ഇവിടെ അവിടെ എമ്പുരാനെ അത് പറഞ്ഞപ്പോൾ ഇത്രയും പേര് കഴിച്ചു. അത് ശരി. ഡയറ്റിൻ്റെ ഭാഗമായിട്ട് കഴിക്കാത്തവരാണോ ബാക്കിയുള്ളവർ? ആണോ? 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 ഇത്രയും പേര് കൈ ഉയർത്തിക്കേ. ഭക്ഷണം കഴിച്ചവരൊക്കെ ഒന്ന് കൈ ഉയർത്തിക്കേ. ഇത് വലിയൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ, വലിയൊരു കാര്യം വേണ്ടി പറയുന്നുണ്ട്. ഭക്ഷണം കഴിച്ചവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പറയാൻ വേണ്ടിയാണ്. അതെ, ഒരു അച്ചായൻ ഭയങ്കരമായിട്ട് കൈ ഉയർത്തി പിടിച്ചിട്ടുണ്ട്. ഇവിടെ ബൈക്കിലൊന്നും ആരും ഇവരൊന്നും ഭക്ഷണമൊന്നും വേണ്ട. അപ്പോൾ ഭയങ്കര ലാഭമാണല്ലോ. വൈറ്റമിൻ ഗുളിക കഴിച്ചാണോ നിങ്ങളെല്ലാം ജീവിക്കുന്നത്, ബൈക്കിലിരിക്കുന്നവരൊക്കെ? ആണോ? ആ, വീട്ടിൽ ഇന്നലെ സന്ധ്യാപ്രാർത്ഥന നടത്തിയവരെന്ന് വിളിച്ച് ഒരു പിതാവെ എങ്ങനെ ചൊല്ലിയിട്ട് കടന്നവരെന്ന് ചിന്തിച്ച് ഒന്ന് കൈ ഉയർത്തിക്കേ. അത്ഭുതം എന്നോണം. ഇനി മരവിച്ച് പോയി വീട്ടിൽ ഇവിടെ വന്നിരുന്ന് പ്രസംഗം കേട്ടിട്ട് പോയിട്ടും വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചവരൊന്ന് കൈ ഉയർത്തിക്കേ. ഇത്രയും സമയം കുർബാനയും പ്രസംഗവും കേട്ടിട്ട് പോലും വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചവരൊന്ന് കൈ ഉയർത്തിക്കേ. ഇത്രയും പേര് പ്രാർത്ഥിച്ചു. നല്ല സൂചനയാണ്. കൺഗ്രാലേഷൻസ്. പക്ഷെ ബാക്കിയുള്ളവർ തിന്നാൻ മറന്നില്ല, പ്രാർത്ഥിക്കാൻ മലന്നു. അപ്പം അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. കേൾക്കുക, വചനം ഹൃദയത്തിലും അധരത്തിലും വിചാരത്തിലും വികാരത്തിലും കൊണ്ടുവരാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ അധര വ്യായാമത്തിന് മാത്രമുള്ള വിശ്വാസികളായിട്ട് മാറുകയാണ്. കാരണം ക്രിസ്ത്യാനിക്ക് ദൈവത്തിൻ്റെ വചനം കൂടെ ഇല്ലെങ്കിൽ, കാരണം വചനം മാംസമായി നമ്മോടൊപ്പം വസിച്ചു. ആ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം ഒന്നെടുത്തേ. കണ്ടുപിടിക്കാൻ വലിയ പ്രയാസം കാണത്തില്ലല്ലോ. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം ഒന്നെടുത്തേ. ഇതൊരു വലിയ സത്യമാണ്. ആ സത്യത്തിലേക്കാണ് നമ്മൾ ഇനിയും കടന്നു വരേണ്ടത്. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇത് ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ഇത് വചനം ദൈവമായിരുന്നു. ഇത് അവൻ ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്നു. ഇത് സമസ്തവും അവനിലൂടെ ഉണ്ടായി. ഇത് അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിനകത്തിൽ പറയാത്തത് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഇവിടെ ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. നമ്മുടെ ഇവിടെയുണ്ട്. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചിരുന്നു. അത് ഇവിടെയുണ്ട്. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. കാരണം അത് വചനമാണ്. ദൈവം അയച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു. അവൻ സാക്ഷ്യത്തിനായിട്ട് വന്നു. അതിനുശേഷം ഇങ്ങോട്ട് വന്നേ, പുറത്തോട്ട് വന്നേ. 14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം നമ്മൾ അവനിൽ ദർശിച്ചു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. വചനം കയ്യിലെടുക്കുമ്പോൾ ക്രിസ്തുവിനോട് ഒപ്പമാകുകയാണ് ചെയ്യുന്നത്. വചനം വായിക്കാതെയും വചനം ധ്യാനിക്കാതെയും ഒരാൾക്കും ക്രിസ്തുവിനെ അനുധാവനം ചെയ്യാനോ സ്നേഹിക്കാനോ സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ കുമ്പസാരമെന്ന് പറയുന്ന കൂദാശ വചനമാകുന്ന ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ സമസ്തവുമായി സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ വചനത്തിൽ അവൻ വിലക്കിയതും അവൻ അനാവശ്യമാണെന്ന് പറഞ്ഞതും അവൻ ഉപേക്ഷിക്കാൻ പറഞ്ഞതുമായ കാര്യങ്ങളെ അവനെ പ്രതി എൻ്റെ നിത്യജീവന് വേണ്ടി ഞാൻ ഉപേക്ഷിക്കുന്നതാണ് കുമ്പസാരം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ വെറുത്തുപേക്ഷിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ, മുമ്പ് നമ്മൾ പൂർവ്വ യൗസേപ്പിനെ കുറിച്ച് പറഞ്ഞു, പാപത്തിൻ്റെ എല്ലാ സെറ്റപ്പും ഇങ്ങനെ ഒഴുങ്ങി നിൽക്കുകയാണ്. അങ്ങോട്ട് കയറി കൊടുത്താൽ മാത്രം മതി. അപ്പോഴാണ് അയാൾ ചോദിക്കുകയാണ്, ഇങ്ങനെ നീചമായി പ്രവർത്തിച്ച് എൻ്റെ ദൈവത്തിനെതിരായിട്ട് തിന്മ ചെയ്യാൻ എനിക്കെങ്ങനെ കഴിയും? ഒരു ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിട്ടാണ്. ഇപ്പം നമ്മൾ മരിയ ഗുരുത്തിൻ്റെയൊക്കെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഇനി ഞാൻ 10 പ്രാവശ്യം പറഞ്ഞാലും കുഴപ്പമില്ല, അപ്പോഴും നിങ്ങൾ ഫ്രഷായിട്ട് അത് കേൾക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് പോവുകയാണല്ലോ നമ്മൾ.
അപ്പോൾ ഈ പറയുന്ന, ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്ക്, ശ്രദ്ധിച്ച് കേട്ടെ. നാളത്തെ കുമ്പസാരക്കൂട്ടിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഈ പാപങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒന്നിലധികം പാപങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളെ കണ്ടുപിടിച്ച ശേഷം ഈ യാഥാർത്ഥ്യങ്ങൾ യഥാർത്ഥത്തിൽ ഏത് സ്നേഹത്തിലാണ് എന്നെ തളച്ചു നിർത്തിയിരിക്കുന്നത് നോക്കണം. ഒരു മൊബൈൽ ഫോണിനകത്ത് പോണോഗ്രാഫി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ടെന്ന് വിചാരിക്കുക, അല്ലെ വ്യക്തികളുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പം ആണും പെണ്ണും എല്ലാം ഇതിനൊക്കെ കാണുന്നവരാണ്. അപ്പോൾ ചിന്തിക്കുക, ഇങ്ങനെ ഒരു കാര്യം കാണുന്നൊരു വ്യക്തി ചിന്തിക്കേണ്ടത് എന്താണ്? ഞാൻ മറന്നുപോയി. ഏത് കാര്യമാണ് മറന്നുപോയെന്നറിയാമോ? കൊറിന്തോസ് ലേഖനം 1:6 എടുത്തേ. കൊറിന്തോസ് 1:6 എടുത്തേ. 1:6. ഞാൻ എടുക്കണം അല്ലേ? അതാണ്. അതിനുശേഷം 19 വചനം എടുത്തേ. 6:19. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ദൈവത്തെ സ്വശരീരത്തിൽ മഹത്വപ്പെടുത്തണമെന്നും ആ മഹത്വപ്പെടുത്തലിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും സ്വർഗരാജ്യത്തിൻ്റെ മക്കളായിട്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മൾ അനാഥരല്ല. ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായ നമുക്ക്, ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് ഒരു ശരീരം ദൈവം തന്നിരിക്കുന്നത് ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് ഇന്നേ ദിവസം നാളെ ഇങ്ങനൊരു പാപം ആരെങ്കിലും ചെയ്തവർ പറയുന്നുണ്ടെങ്കിൽ അതിനു മുൻപ് തന്നെ, ഞാനേതായാലും ഇതൊന്നും കേൾക്കാനിരിക്കില്ല, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളവർ ഇന്ന് മനസ്സിലാക്കണം, ഞാനൊരു പാപം ചെയ്തതിൻ്റെ കഥയല്ല നമുക്കിവിടെ ആവശ്യം. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ എന്ത് കണ്ടു എന്നുള്ളതിൻ്റെ ചരിത്രമല്ല നമ്മുടെ പ്രശ്നം ഇവിടെ. നമുക്ക് കണ്ടതിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ചല്ല നമ്മുടെ വാദകം. പിന്നെ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? നമ്മൾ ഒരു ഈശോയുടെ വചനത്തിനെതിരായിട്ടൊരു തിന്മ നമ്മൾ ചെയ്തു എന്നുള്ളതാണ് നമ്മളെ വിഷമിപ്പിക്കേണ്ടത്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കുമ്പസാരത്തിൻ്റെ ഒരു വലിയ തലത്തിലേക്ക് അവിടെയാണ്. കാരണം ഈ വചനം പറയുകയാണ് എന്താണ്? നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങൾ. ഇത് മറന്നു പോവാ നമ്മൾ. അതുകൊണ്ടാണ് ഈ കാര്യമൊക്കെ കാണാൻ തോന്നുന്നത്, ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്. അപ്പോൾ എന്താണ്? നിങ്ങളുടെ ശരീരമെന്ന് പറയുന്നത് വിലയ്ക്ക് വാങ്ങപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അപ്പോൾ ഞാനൊരു തീരുമാനമെടുക്കുന്നു. എന്താണ്? ഈ വചനം ആവർത്തിച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബോധ്യമുണ്ടായി, ഇങ്ങനൊന്നും ജീവിച്ചാൽ പോരാ. ഇതിപ്പോൾ അച്ഛൻ പറഞ്ഞതുകൊണ്ടും തിരുസഭയുടെ കൽപ്പനയിൽ പറഞ്ഞതുകൊണ്ടും അല്ല, ഇങ്ങനെ ജീവിച്ചാൽ പോരാ. അപ്പോൾ എനിക്ക് എന്തു ചെയ്തു? പരിശുദ്ധാത്മാവ് ഒരു ബോധം എനിക്ക് ഇങ്ങോട്ട് തരികയാണ്. 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഒന്നെടുത്ത് വായിച്ചേ. എന്താണെന്നത്? 6:12. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്തുവാൻ പാടില്ല. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. കുമ്പസാരക്കൂട്ടിൽ അണയുന്ന ഒരു വ്യക്തി വചനം വായിച്ച് നേടിയെടുക്കുന്ന വിവേകപൂർവമായ ഒരു തീരുമാനമാണിത്. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണ് ഞാൻ ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളത് കാണാം. ഇന്ത്യ ഗവൺമെൻറ് ബാൻ ചെയ്യാത്ത സകല സൈറ്റിലും കയറി എനിക്ക് എന്ത് വേണമെങ്കിലും കാണാം. ഞാൻ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ എൻ്റെ കയ്യിൽ പണമുണ്ട്, ബീവറേജിൽ പോയി എനിക്ക് ഇഷ്ടമുള്ളത് മേടിച്ച് കുടിക്കാം. നിയമാനുസൃതമായിട്ട് അതെനിക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പം പുതിയ നിയമം അനുസരിച്ച് ഹസ്ബൻഡും വൈഫും അല്ലാത്തവർക്ക് പോലും അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമൊക്കെ ആയിട്ട് ഏത് ബന്ധത്തിലും പോലും പോകാം. പരസ്പരം പ്രായപൂർത്തിയായവരാവണമെന്ന് മാത്രമേ ഉള്ളൂ. നിയമത്തിന് എന്നും പ്രശ്നമല്ല, നിയമാനുസൃതമാണ് അതൊക്കെ. ആരുടെ നിയമമനുസൃതം? ലോകത്തിൻ്റെ നിയമത്തിന് അത് അനുസൃതമാണ്. പക്ഷെ കർത്താവിൻ്റെ നിയമത്തിന് അത് അനുസൃതമല്ല. ആമേൻ, ഹല്ലേലൂയ. അപ്പം ലോകത്തിൻ്റെ നിയമത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഈ കാര്യങ്ങളെല്ലാം എനിക്ക് പ്രയോജനകരമാണോ എന്ന് ഞാൻ നോക്കണം. എന്തിൽ പ്രയോജനമാണ്?
ശരീരത്തിന് പ്രയോജനമാണോ എന്നുള്ളതല്ല, ആത്മാവിന് പ്രയോജനകരമാണോ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. കുമ്പസാരക്കൂട്ടിൽ നമ്മൾ അണഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് പ്രൈമറി ഇവാലുവേഷനിൽ വരേണ്ടത് ഞാൻ ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ ഏതിന് പ്രയോജനം ഉണ്ടായതാ? ശരീരത്തിന് മാത്രമേ പ്രയോജനം ഉണ്ടായത്, എൻ്റെ ആത്മാവിന് പ്രയോജനകരമായിട്ടുള്ളതല്ല. കാരണം എനിക്ക് ന്യായീകരിക്കാൻ പല കാരണങ്ങളുമുണ്ട് പലതിലും. അതാണ് പൗലോസ്ലീഹ ബോധപൂർവം പറഞ്ഞത്, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, പക്ഷേ എല്ലാം പ്രയോജനകരമല്ലെന്നേ. ഈ പ്രയോജനകരമല്ല എന്ന് ഞാൻ തിരിച്ചറിയണമെങ്കിൽ എന്ത് പറയണം? വചനം വായിക്കണം, വചനത്തിൽ കർത്താവിനെ കാണണം. പച്ചക്കറിക്ക് ലിസ്റ്റ് എഴുതുന്ന പോലെ വന്നിട്ട് ഇതിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ചെയ്തതിൻ്റെ ചരിത്രം പറഞ്ഞിട്ട് പോകുന്നതല്ല. ചരിത്രം ആർക്കും കേൾക്കണ്ട. അത് നമ്മൾ പറയുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ ശരീരത്തെ ഒരു ട്യൂമർ മുറിച്ച് കളയുന്നത് പോലെയാണ്. ഈ സാധനം വേണ്ട, ഇത് വേസ്റ്റാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. വാരിക്കളഞ്ഞതെല്ലാം വീണ്ടും വാരി എടുക്കാൻ വേണ്ടിയാണോ നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്ക് പോവേണ്ടത്? അല്ല. കുമ്പസാരക്കൂട്ടിലേക്ക് ഒരു ചീഞ്ഞ ഭണ്ഡാരവുമായിട്ട് ആ കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലുക, വാരി തട്ടി അവിടെ കളഞ്ഞു, പിറ്റേ ദിവസം മുതൽ ഒരു സൈഡിൽ നിന്ന് വാരി കൂട്ടുക വീണ്ടും. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കുമ്പസാരങ്ങളെ നമ്മൾ എന്തെന്നാണ് വിളിക്കേണ്ടത്? കപടമായ നമ്മുടെ കുമ്പസാരം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം എടുത്തേ. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. അച്ഛൻ ഇത് ഓർത്തോർത്ത് വരുന്ന സമയത്ത് ഞാൻ ഇത് പറയാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ചില സമയത്ത് രണ്ട് പത്രോസ് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. 2 പത്രോസ് അതിൻ്റെ 21, 22 വചനങ്ങളൊന്ന് വായിച്ചേ. നമ്മുടെ കർത്താവും 2 പത്രോസ് 2:20 മുതൽ. ഞാൻ ഈ വചനം വായിക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർത്തോണം, അസാമാന്യമായ പ്രസംഗ പാഠവും ഒന്നും എനിക്കില്ല, അസാമാന്യമായ അറിവും പരിജ്ഞാനവും എനിക്കില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയുമ്പോൾ വചനം ഞാനെടുത്ത് ആവർത്തിച്ച് വായിക്കുമ്പോൾ എൻ്റെ തലച്ചോറിലൂടെയും നിങ്ങളുടെ തലച്ചോറിലെയും വചനം സഞ്ചരിക്കണം, വചനം അത്ഭുതം പ്രവർത്തിക്കണം. അത് മാത്രമേ പാവപ്പെട്ടവനായി ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആയതിനാൽ തന്നെ നിങ്ങൾ ഈ വചനത്തെ ശ്രദ്ധിക്കുക. ജെയിംസ് അച്ഛൻ്റെ കയ്യിൽ നിന്നിട്ട ഒന്നും ഇവിടെ വായിക്കുന്നില്ല. കത്തോലിക്കാ സഭയുടെ വിശുദ്ധ ഗ്രന്ഥമാണ്. കത്തോലിക്കാ സഭ അംഗീകരിക്കുന്ന വിശുദ്ധ ബൈബിളിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. 2 പത്രോസ് 2:20. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുടുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. കാരണം നിർത്ത് പറയാം. കുമ്പസാരക്കൂട്ടിൽ നടക്കുന്ന വലിയൊരു സത്യമാണ് ഇവിടെ പറയുന്നത്. എന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം. ഈ അറിവ് എവിടെ നിന്നാണ് നമുക്ക് ലഭിച്ചത്? വചനം ധ്യാനിച്ചും വചനം വായിച്ചുമാണ് നമുക്ക് ഈ അറിവ് ലഭിക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. ഇന്നേ ദിവസം മുഴുവൻ സഭ പൗരോഹിത്യത്തിൻ്റെ ധർമ്മമനുസരിച്ച് ഒരു ദൈവജനത്തോട് ഈ വചനത്തിലൂടെ സംസാരിക്കുകയാണ്. നിങ്ങൾ വന്നിരുന്നതിനേക്കാൾ അധികം ഈ 3 ദിവസം കൊണ്ട് ക്രിസ്താനുഭവത്തിൻ്റെ വിവിധ തലങ്ങളിൽ കടന്നു പോയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് വചനത്തെ ഗൗരവമായി കാണുന്നവർക്ക് അവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. അതെങ്ങനെയാ? ലോകമാലിന്യങ്ങളിൽ നിന്ന് എപ്പോഴാണ് രക്ഷ പ്രാപിച്ചത്? ഏത് കൂദാശയിലൂടെയാ രക്ഷ പ്രാപിച്ചത്? വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഈ ലോകമാലിന്യങ്ങളെല്ലാം കഴുകി നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടു. വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തിനേക്കാൾ മോശമായിരിക്കും. കുളിച്ചൊരുങ്ങി വൃത്തിയായി എല്ലാ ഡേർട്ടി തിങ്സും മാറി നല്ല ക്ലീനായി. പക്ഷെ ഓർക്കണം, അതാ ഞാൻ പറഞ്ഞത്, വെറുതെ കുളിച്ചിട്ട് കാര്യമില്ല, വീണ്ടും ചെളി പറ്റാനായിട്ട് കുളിയല്ല. ഇത് ബോധ്യം വന്നിട്ടുള്ള കുളിയാണ്, ഇത് കൃപയിൽ നിലനിൽക്കാനുള്ള കുളിയാണ്. അങ്ങനെ കുളിക്കുന്നില്ലെങ്കിലേ അല്പം കൂടുതലായിട്ടുള്ള വാക്കിലാണ് 22-ാം വാക്യത്തിൽ പത്രോസ്ലീഹ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കി. വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു അറപ്പ് തോന്നും. നായി ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു, കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. കുമ്പസാരിച്ചിട്ട് വീണ്ടും വീണ്ടും തിന്മ ചെയ്യുന്നവനോട് പറയുന്ന അതാണ്. ഛർദ്ദിച്ചത് വീണ്ടും നക്കി തിന്നുക, പന്നിയെപ്പോലെ ചെളി കിടന്ന് ഉരുണ്ടോണ്ടേ ഇരിക്കുക. ഒരു വല്ലാത്തൊരു ഉപമയാണ് എടുത്ത് ഉപമിച്ചത്. ഓർക്കണം,
തള്ളി, വേസ്റ്റ് ആണെന്നും പറഞ്ഞ് പൂർണ്ണമായിട്ട് തള്ളി. എന്നിട്ട് രാവിലെ മുതൽ വീണ്ടും അത് തന്നെ എടുത്ത് തോളെ വെച്ചുകൊണ്ടിരിക്കുക. കൃപാനുഭവം ഉണ്ടാവണമെങ്കിൽ, ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കണമെങ്കിൽ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് നീ എന്ന് കെസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് പത്രോസ് ശ്ലീഹായിലൂടെ മാംസരക്തങ്ങൾക്ക് അതീതമായ ദൈവാത്മാവ് പ്രവർത്തിച്ചു പറഞ്ഞതുപോലെ ഞാനും നിങ്ങളും ദൈവാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തികളായിട്ട് ഈ ബോധ്യത്തിലേക്ക് കടന്നു വരണം. ഈ ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നില്ല എങ്കിൽ നമുക്ക് കുമ്പസാരങ്ങളെ ഇങ്ങനെ ഒരു ആചാരമാക്കി മരണം വരെ കൊണ്ടു നടക്കാം. ചാകുന്ന സമയത്ത് ഒരു കാൽക്കുലേഷനേ ഉള്ളൂ, എത്ര അച്ഛന്മാരുടെ അടുത്ത് പോയി കുമ്പസാരിച്ചു എന്നുള്ള കണക്കേ ബാക്കിയുണ്ടാവൂ. കൃപയിൽ ജീവിച്ചതിൻ്റെ ഒരു കണക്കുണ്ടാവില്ല. ഇല്ല. അനേകം ഡോക്ടർമാരെ കണ്ട് മരുന്ന് മേടിച്ച കഥ പോലെ കുറേ കുമ്പസാരങ്ങൾ നടത്തിയ കഥകളല്ല ഒരു മനുഷ്യൻ്റെ വാക്യപത്രം. കുമ്പസാരങ്ങളുടെ എണ്ണം, പാപങ്ങളുടെ എണ്ണം കുറയണം. നമ്മളൊരു ഇത്രയും അകലത്തിൽ ഇപ്പം നിൽക്കുകയാണ്. നാളെ നമ്മളൊരു നല്ല കുമ്പസാരം നടത്തുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വന്ന് ഒന്നാകും. പക്ഷേ ഇതിങ്ങനെ ഇരിക്കണം. പക്ഷെ നാളെ തൊട്ട് എന്താ സംഭവിക്കുന്നത്? ഇത് കഴിയുമ്പം തൊട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങും അകലാനായിട്ട്. അകന്ന് 2 ആഴ്ച, 3 ആഴ്ച, 4 ആഴ്ച, 5 ആഴ്ച, അവസാനം വന്ന് ഇവിടെ വന്ന് പഴയ പോലെ തന്നെയായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇനിയും ഒരു കൺവെൻഷനോ ക്രിസ്മസോ അല്ലെങ്കിൽ മറ്റേ ഹോളി വീക്കോ ഒക്കെ വരാൻ വേണ്ടി ഇരിക്കുക. എങ്ങനെ വീണ്ടും ഞങ്ങൾ ഇങ്ങനെ ഒട്ടാൻ, പിറ്റേ ദിവസം തൊട്ട് ഇങ്ങനെ പോകാൻ. കോമഡി പരിപാടിക്ക് നിർത്തണം. വിവരമില്ലാത്തവരെ പോലെ ശബ്ദിച്ചിട്ട് നക്കി തിന്നുന്ന നായുടെ സ്വഭാവത്തിലേക്കല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നോർക്കുക. ഇന്ന് ഞാൻ ഇതൊന്നും എഴുതി പറയുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് പറയാനായിട്ട് നമുക്ക് തോന്നുന്നത് തന്നെയാണ് നമ്മളിപ്പോൾ വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാപാസക്തിക്ക് അടിമപ്പെട്ട വ്യക്തികൾക്ക് വ്യഭിചാരാസക്തിയെക്കുറിച്ച് പറയാൻ ആഗ്രഹിച്ചതല്ലെങ്കിൽ ഇപ്പോൾ വചനത്തിലൂടെ അങ്ങ് സംസാരിക്കുക. കേട്ടോളുക. വിശദീകരണങ്ങളൊന്നുമില്ല, വചനമാണ് പറയുന്നത്. കേട്ടോളുക. പത്രോസ് ശ്ലീഹ എഴുതിയ 2-ാം ലേഖനമാണ്. അതിൻ്റെ 14 മുതലുള്ള വചനങ്ങളൊന്ന് വായിച്ചേ. 14-ാം വചനം ഒന്ന് വായിച്ചേ. 2:14. ശ്രദ്ധിച്ചു. വ്യഭിചാരാസക്തി നിറഞ്ഞതും പാപത്തിൽ നിന്ന് വിരമിക്കാത്തതുമാണ് അവരുടെ കണ്ണുകൾ. അവർ ചഞ്ചല മനസ്കരെ വശീകരിക്കുന്നു. അവർ അത്യാഗ്രഹത്തിൽ തഴക്കം നേടിയ ഹൃദയമുള്ളവരാണ്, ശാപത്തിന്റെ സന്തതികളുമാണ്. വ്യഭിചാരാസക്തി നിറഞ്ഞതും പാപത്തിൽ നിന്ന് വിരമിക്കാത്തതുമായ കണ്ണുകളുള്ളവർ. അതായത് എപ്പോഴും സൗന്ദര്യം തേടി നടക്കുന്ന കണ്ണുകളുള്ള ആളുകളുണ്ട്. തനിക്ക് ആകർഷണം തോന്നുന്നതിനെല്ലാം തനിക്ക് വേണമെന്ന് ചിന്തിക്കുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പാപത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാ. ഈ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കുമെന്ന് കർത്താവ് ഈശോ പറയുന്നുണ്ട്. എവിടെയാ പറയുന്നത്? എവിടെയാ? മത്തായി ശ്ലീഹായുടെ സുവിശേഷം എടുത്തേ. അവിടെയാണെങ്കിൽ പെട്ടെന്ന് ഓർത്ത് വരുന്നുണ്ട്. ഇനിയല്ല ഞാൻ തന്നെ കണ്ടുപിടിച്ച് പറയണ്ടേ, കാരണം മത്തായി ശ്ലീഹ എടുത്തേ. മത്തായിയുടെ സുവിശേഷം ഇനി നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കും? അവിടെ നിന്ന് ഒരു 6-ാം അധ്യായം വന്നെടുത്തേ. 6:22. 6-ാം അധ്യായം 22, 23 വാക്യങ്ങളാണ്. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. കാഴ്ചയിലെ തിന്മയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. ഒരു ജനത മുഴുവനും യുദ്ധം ചെയ്യുക ഒരിടത്ത്. ഒരു രാജാവ് ആ സമയത്ത് ഇവിടെ കുളിച്ചിട്ട് മട്ടുപ്പാവിൽ നോക്കുക, സ്ത്രീകൾ കുളിച്ചിട്ട് പോകുന്ന സ്ഥലത്തോട്ട്. അപ്പോഴാണ് സൈന്യാധിപൻ്റെ ഭാര്യ കുളിച്ചിട്ട് പോകുന്ന കണ്ടു. കണ്ണാണ് അവിടെ തിന്മയുടെ തുടക്കം. സൗന്ദര്യമുള്ളതിനെ എല്ലാം തനിക്ക് വേണമെന്നുള്ള കണ്ണുകൊണ്ട് അതിലേക്ക് ദാവീദ് നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? തിന്മ കണ്ണിലാദ്യം സംഭവിച്ചു, ഹൃദയത്തിൽ സംഭവിച്ചു. അത് പതുക്കെ വന്നപ്പോൾ ഭർത്താവിനെ കൊല്ലാതെ ഇവളെ സ്വന്തമാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ തിന്മ ചെയ്തിട്ട് ചിന്തിച്ചോണം, ഒരു കണ്ണ് കൊണ്ടുപോയി ചെയ്യിക്കുന്ന തിന്മയുടെ ആഴങ്ങൾ. ദാവീദ് എന്ത് ചെയ്യുന്നു? പെണ്ണ് നടന്നു പോകുന്ന കാണുന്നു, അവളെ വിളിക്കുന്നു. രാജാവായതുകൊണ്ട് എന്തും കാണിക്കാമല്ലോ. അങ്ങനെ കാണിച്ച് അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളൊക്കെ നിവർത്തിച്ചു. അപ്പം പണി കിട്ടുമെന്ന് തോന്നി. അപ്പം എന്താണ്? അത് ഭർത്താവിൻ്റെ മേളിൽ കെട്ടിവെക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ ഭർത്താവിനോട് ഒരിക്കലും ഇല്ലാത്ത സ്നേഹം ഉറിയായോട് എന്തു പറഞ്ഞു? നീ പോയി വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യടാ. എന്തൊരു സ്നേഹം! ദൂരെയുള്ള കടയിൽ പോയി
സാധനം മേടിച്ചുകൊണ്ട് വരാൻ ആൾക്കാരെ വിടുന്ന ആൾക്കാരുണ്ടല്ലോ, അല്ലേ? സംസാരിക്കാൻ ആൾക്കാർ വന്നു കഴിയുമ്പോൾ ഭർത്താവിനെ വിളിച്ചിട്ട് 2 വളവിന് അപ്പുറത്തുള്ള കടയിൽ നിന്ന് സാധനം മേടിക്കാൻ വിടുന്ന ഭാര്യമാരുണ്ട്, ചില സ്ഥലങ്ങളിലുണ്ട്. അതെ, അവർക്ക് സംസാരിക്കാനുള്ള ആൾക്കാർ വന്നു കഴിയുമ്പോൾ. അതുപോലെ ദാവീദ് ഊറിയായോട് ലോകത്തെങ്ങും ഇല്ലാത്തൊരു സ്നേഹം. എന്ത് പറഞ്ഞു? അങ്ങ് ദൂരെയുള്ള നീ വീട്ടിൽ പോയി ഇന്ന് റെസ്റ്റ് ചെയ്താൽ മതി. ഊറിയ അങ്ങനെ പോയെന്നോർത്ത് ദാവീദ് സമാധാനത്തിൽ കിടക്കുകയായിരുന്നു. രാവിലെ വന്നപ്പോൾ നാണ്ട് ഗേറ്റിൽ നിന്ന് ഊറിയ എണ്ണീറ്റ് വരുന്നു. അപ്പോൾ എന്ത് ചോദിച്ചു? രാജാവായവൻ മറന്നുപോയ സത്യം ഊറിയ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. രാജാക്കന്മാരുടെ പുസ്തകം അല്ലേ? രാജാക്കന്മാരുടെ പുസ്തകം ഞാൻ തന്നെ വായിക്കണം, എല്ലാം ഞാൻ തന്നെ വായിക്കണമല്ലോ കർത്താവേ. ദാവീദ്, സാമുവേൽ, ദാവീദ്, അമലോക്കര്, സാമുവേൽ, ദാവീദ് അഭിഷേക്തൻ, ദാവീദിന്റെ പുത്രന്മാര്, നാഥാന്റെ പ്രവചനം. 11 അധ്യായം 11. അത് മൊത്തം നമ്മൾ പറയണ്ട, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ടൊന്ന് വായിച്ചാൽ മതി. നമ്മളിപ്പോൾ അത് മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. സാമുവേൽ പ്രവചനം 2-ാം പുസ്തകം 12-ാം അധ്യായം വായിച്ചാൽ മതി. 12 11-ഉം 12. 2 സാമുവേൽ 11-ഉം 12-ഉം എടുത്തു വെച്ചൊന്ന് വായിക്കണം. ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അവൻ പടിപ്പുരയിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ തിരിച്ചു കയറി വന്നു. അപ്പോൾ ഊറിയായോട് ദാവീദ് ചോദിക്കുകയാണേ, ഇതാ രാജാവിൻ്റെ എന്തൊരു സന്തോഷവും സ്നേഹവും ദാവീദിന് വന്നെന്ന് ചോദിച്ചോണം, തെറ്റ് ചെയ്തിട്ടേ. അപ്പോൾ ദാവീദ് യോവാബിന് സന്ദേശം കൊടുത്തു, ഹിത്യനായ ഊറിയായി എൻ്റെ അടുക്കലേക്ക് അയക്കുക. ഊറിയ വന്നപ്പോൾ ദാവീദ് യോവാബിൻ്റെയും പടയാളികളുടെയും ക്ഷേമവും യുദ്ധവർത്താനവും അന്വേഷിച്ചു. പിന്നെ ദാവീദ് ഊറിയായോട് പറഞ്ഞു, നീ വീട്ടിൽ പോയി അല്പം വിശ്രമിക്കുക, കാരണം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആരെങ്കിലും ഏൽക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഊറിയായോട് പറഞ്ഞു, വീട്ടിൽ പോയി മോൻ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. കൊട്ടാരത്തിൽ പോയി രാജാവ് അവനൊരു സമ്മാനവും കൊടുത്തയച്ചു. കാരണം ഓൾറെഡി ഒരു സമ്മാനം കൊടുത്ത് വിട്ടിട്ടുണ്ട്, ഇനി അത് കുറച്ച് കഴിഞ്ഞേ കിട്ടുകയുള്ളൂ. ഇപ്പം നിലവിലൊരു സമ്മാനം ഉടനെ തന്നെ കൊടുത്തിട്ടുണ്ട്. വേറൊരു സമ്മാനം ലേറ്റായിട്ട് വരും. ആ സമ്മാനം കൊടുത്തിട്ട് ഉടമസ്ഥനാക്കാൻ വേണ്ടിയാണ് ഈ സമ്മാനം കൊടുത്ത് വിടുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത്? അതുകൊണ്ട് ഭാര്യയ്ക്കൊരു സമ്മാനം കൊടുത്ത് വിട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആ സമ്മാനത്തിന് മുമ്പേ ഈ സമ്മാനം കൊടുത്തു വിടുക, എങ്ങനെയെങ്കിലും ആ സമ്മാനത്തിൻ്റെ ഈ സമ്മാനം ഒരാളെ ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ എന്താണ്, രാജാവ് അവനൊരു സമ്മാനവും കൊടുത്തയച്ചു. എന്നാൽ ഊറിയ വീട്ടിൽ പോയില്ല. കൊട്ടാരം കാവൽക്കാരോടൊപ്പം പടിപ്പുരയിൽ കിടന്നുറങ്ങി. ഊറിയ വീട്ടിൽ പോയില്ലെന്ന് ദാവീദ് അറിഞ്ഞു. നീ യാത്ര കഴിഞ്ഞ് വരികയല്ലേ, വീട്ടിൽ പോകാത്തത് എന്ത്? ദാവീദ് യൂറിയായോട് ചോദിച്ചു. ഇസ്രായേലും യൂദായും യുദ്ധരംഗത്താണ്, പേടകവും അവരോടൊപ്പമുണ്ട്. എൻ്റെ യജമാനായ യോവാബും അവൻ്റെ സേവകരും വെളിംപ്രദേശത്ത് അമ്പടിച്ചിരിക്കുന്നു, താവളമടിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ വീട്ടിൽ ചെന്ന് തിന്നുകുടിച്ച് ഭാര്യയുമായി രമിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? അങ്ങാണേ എനിക്കതിന് സാധിക്കുകയില്ല, സാധ്യമല്ല. ഒരു രാജാവിന് ദൈവമായ കർത്താവ് ഇടയച്ചെറുക്കനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ഉയർത്തിയവനാണ് ദാവീദ്. ദാവീദ് മറന്നുപോയ കാര്യം ദാവീദിനേക്കാൾ അധികം ആ സൈന്യാധിപൻ ഊറിയ പട്ടാളക്കാരൻ ഓർക്കുക. ഒരു രാജ്യം യുദ്ധം ചെയ്തുകൊണ്ട് യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് ഇവിടെ രാജാവ് കുളിച്ച് മട്ടുപ്പാവിൽ ഉലാത്തി വഴിയെ പോയ ആൾക്കാർക്കൊക്കെ വേണ്ട സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ടത് വേറൊരാളുടെ മുന്നിൽ കെട്ടിവെക്കുമ്പോൾ ഊറിയ ഉളുപ്പില്ലാതെ മാത്രമേ ദാവീദിനത് കേട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഊറിയ യുദ്ധധർമ്മവും രാജധർമ്മവും ദാവീദിനെ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഊറിയയെ കൊല്ലാനായിട്ട് ദാവീദ് ശ്രമിച്ചു, വിജയിച്ചു. ഊറിയ മരിച്ചു. ആദ്യം ഉണ്ടായ കൊച്ചു മരിച്ചു. പിന്നൊരു മകനുണ്ടായി. നല്ല സ്വഭാവമായിരുന്നു സോളമൻ, നമുക്കറിയാം അല്ലേ? സോളമന് ദൈവം ജ്ഞാനവും വിവേകവും ഒക്കെ കൊടുത്തെങ്കിലും അപ്പൻ ഈ ജനിച്ചപ്പം കിട്ടിയ നല്ല ഗുണം മൊത്തം ഉണ്ടായിരുന്നു. മരിക്കാറായപ്പോഴത്തേക്ക് ആ നാട്ടിൽ ഇനി ഒരു പെണ്ണുങ്ങളും ഇല്ലാഞ്ഞ് പുള്ളിയുടെ ഭാര്യയാകാനായിട്ട്. സകലമാന രാജ്യത്തും അവസാനം ഇസ്രായേലിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. എന്നാ ഓരോ പെണ്ണും പിള്ളയ്ക്കും ഓരോ അമ്പലമാണ്. അവസാനം ചാകാറായപ്പോൾ ഇയാളും പോയി എല്ലായിടത്തും ധൂപം വെച്ചു. യഹോവയ്ക്കും ധൂപം വെക്കും, അവിടെയും പോയി ഇവിടെയും പോകും. കാരണം എന്നാ, പെണ്ണൊരു ഭ്രാന്തായിട്ട് മാറി. അവൻ അനാവശ്യമായ ഒരു ബന്ധത്തിലൂടെ ഒരാളെ സ്വന്തമാക്കി. അവളിലുണ്ടായ മകനിലൂടെ ആ തിന്മ വരുന്നു. സോളമൻ ചത്തു കഴിയുമ്പം പിന്നെന്താ സംഭവിക്കുന്നത്? സോളമൻ്റെ മരണശേഷം രാജ്യം രണ്ടായിട്ട് വിഭജിക്കുന്നു. വടക്കും തെക്കുമാവുന്നു, ഇസ്രായേലും യൂദയായും ആവുന്നു. കുഴപ്പം, കുടുംബത്തിനുള്ളിൽ ശാപത്തെ കൊണ്ടുവരുന്ന ഇത്തരം പ്രവൃത്തികൾ ഏതാണ്? വ്യഭിചാരാസക്തി നിറഞ്ഞതും പാപത്തിൽ നിന്ന് വിരമിക്കാത്തതുമായ കണ്ണുകൾ. ചിലർ പറയുന്നു, അച്ഛോ എത്ര ശ്രമിച്ചാലും ഫോണ് കയ്യിലെടുക്കുമ്പം അങ്ങോട്ടങ്ങ് നോക്കിപ്പോവും.
കണ്ണ് ചൂടിനെടുത്ത് കളയാൻ പറഞ്ഞ പോലെ നമ്മൾ പറയുന്ന ഫോൺ തല്ലി പൊട്ടിച്ച് കളയുക. അതായിരിക്കും ഭേദം. 10,000-20,000 രൂപ പോകുന്നേ ഉള്ളൂ, സ്വർഗരാജ്യം നഷ്ടപ്പെടില്ല. നാം എത്ര ശ്രമിച്ചാലും വാട്സാപ്പിനകത്ത് അറിയാതെ മെസ്സേജ് അങ്ങ് പോവും. നാം വാട്സാപ്പ് ഇല്ലാത്ത പഴയ പട്ടിക്കെട്ടെറിയുന്ന ഒരു 118 ഫോൺ മേടിച്ചുകൊണ്ട് നടക്കുക. അതാകുമ്പം കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ടോ? കണ്ണിൻ്റെ ദുരാശയെ നമ്മൾ, കാരണം വ്യഭിചാരാസക്തി നിറഞ്ഞതും പാപത്തിൽ നിന്ന് വിരമിക്കാത്തതുമായ കണ്ണിൻ്റെ പ്രശ്നം എന്താ? ചഞ്ചല മനസ്കരെ വഴിതെറ്റിക്കുക. കേട്ടിട്ടില്ലേ? അച്ഛൻ്റെ പ്രാർത്ഥന, എൻ്റെ പൊന്നോ, ഈശോ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു, പെട്ടു. അച്ഛൻ്റെ കുർബാന ചൊല്ലുമ്പോൾ മാത്രമാണ് ഒരു വല്ലാത്ത അനുഭവം. അങ്ങനെ പറയുമ്പോഴേ ഓർത്തോണം, ഒരു വല്ലാത്ത അനുഭവത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ അത് മിക്കവാറും വല്ലാത്ത അനുഭവമായിട്ട് മാറും. പോലെ അല്ലേ നമ്മൾ പറയുന്നത്, നീ ഒരു സംഭവമാണെന്ന് നമ്മളെ അമിതമായിട്ട് പുകഴ്ത്തി പറയുമ്പോഴേ വിചാരിച്ചോണം സംഭവം അവരുടെ ഇഷ്ടത്തിന് വേറെ എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട്. കാരണം നമുക്കറിയാമല്ലോ കണ്ണാടി നോക്കാം നമ്മൾ എന്തത്തോളം ഉണ്ടെന്ന്. നമ്മൾക്ക് നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണുമ്പോൾ ഇല്ലാത്ത എന്തൊക്കെയോ സവിശേഷതകൾ വേറൊരാളുണ്ടെന്ന് നമ്മളോട് പറയുമ്പം നമ്മളൊരു മണ്ടനായി മാറല്ലേ. പെൺപിള്ളേരൊക്കെ ഓർത്തോണം കേട്ടോ, പെൺപിള്ളേരൊക്കെ ഓർത്തോണം. നമ്മൾ തന്നെ കണ്ണാടി നോക്കിയിട്ട് നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന മരം കൊത്തിയിട്ടാണ്. പക്ഷേ വേറൊരുത്തൻ പറയുക നിന്നെ കാണുമ്പോൾ അരയന്നം പോലെ ഇരിക്കുന്നു. അപ്പോൾ ആരുടെ കണ്ണാ നല്ലത്? അപ്പം നമ്മൾ പറയണം, അപ്പം നമ്മൾ എന്ത് പറയണം? നമ്മൾ അവനോട് പറഞ്ഞു കൊടുക്കണം, സഹോ, എൻ്റെ കണ്ണിന് കാഴ്ചക്കുറവൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് മരം കൊത്തി എന്നാണ്. പക്ഷെ നീ എന്നെ അരയന്നമെന്ന് വിളിക്കുമ്പം ഞാൻ തൽക്കാലം അരയന്നമാകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കാണുമ്പോൾ കാണുന്ന എന്നെ തന്നെയാണ് എനിക്കിഷ്ടം. ഈ പുകഴ്ത്തലുകൾ പറയുന്ന കണ്ണുകൾ ചഞ്ചല ഹൃദയരെ വശീകരിക്കും. ഈ ചഞ്ചല ഹൃദയർ എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഉടനെ, പ്രത്യേകിച്ചും ഈ പുരുഷന്മാരുടെ ഇടയിൽ പ്രശ്നങ്ങളിൽ പോയി ചാടുന്ന കൂടുതൽ പേരുടെയും നമ്മൾ വന്ന് കരഞ്ഞ് നിലവിളിച്ചവർ പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. നീ അങ്ങനെ വിചാരിക്കത്തില്ലെന്ന് അറിയാം, അതുകൊണ്ടാണ് അവർ നിനക്കിട്ട് പണി വെച്ചത്. 3ാമത്തെ മെസ്സേജ് ഇട്ടപ്പോഴേ മനസ്സിലായി നീ ഒരു ഓട്ടനാണെന്ന്. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അത് പൊട്ടനാന്ന് കൃത്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും മെസ്സേജ് വിട്ട് നീ വെട്ടു നിൽക്കുന്നത്. ഇപ്പം ജിപേ ഉള്ളത് ഫോണിനകത്ത് കാണാനേ ഉള്ളൂ, 5 പൈസ ഇല്ല അതിനകത്ത് നിന്ന്. ഭാര്യ അറിയാതെ വിട്ട് കൊടുത്ത് ഇപ്പം മരുന്ന് മേടിക്കാൻ പൈസയില്ല. ഇത് പറഞ്ഞാൽ ഇവിടെ പ്രശ്നം, അത് കൊടുത്തില്ലെങ്കിൽ അവിടെ പ്രശ്നം. ഇവൻ ഇങ്ങനെ ആകാശത്തിന് ഭൂമിക്ക് നടുവിൽ നിൽക്കുകയാണ്. എങ്ങനെയുണ്ട്? ഓർക്കുക, വല്ലപ്പോഴും വെളിവില്ലാത്ത ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ശാപത്തിൻ്റെ സന്തതികളെന്നാണ് ഇങ്ങനെയുള്ള ആസക്തി പിടിച്ച കണ്ണുകളുമായിട്ട് നടക്കുന്ന വ്യക്തികളെക്കുറിച്ച് വചനം പറയുന്നത്. ശാപത്തിൻ്റെ സന്തതികൾ, ഇങ്ങനെയുള്ള ശപിക്കപ്പെട്ട ഇടങ്ങളോടും ബന്ധങ്ങളോടും നമ്മൾ പൂർണ്ണമായും വിടുതൽ പ്രാപിച്ച് മുന്നോട്ട് പോകണം. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, കുമ്പസാരക്കൂട്ടിൽ അണയുമ്പോഴേ നമ്മളെ വലിയ പ്രത്യാശ നൽകുന്ന ഒരു വചനമുണ്ട്. അതേതാണെന്നറിയാമോ? വചനമല്ലൊരു അനുഭവമുണ്ട്. 8-ാം അധ്യായം എടുത്തേ, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായം. അവിടെ ആദ്യം തൊട്ടൊന്നും ഞാൻ പറയുന്നില്ല, 10-ാമത്തെ വചനമാണ് നമ്മൾ എടുക്കുന്നത്. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? നിന്റെ മേൽ തിന്മ ആരോപിച്ചവരൊക്കെ എവിടെയെന്നാണ് ചോദിച്ചത്. അവർ നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഞാനും നീയും എഴുന്നേറ്റ് പോകുമ്പോൾ ഈശോ നിന്റെ ഹൃദയത്തിൽ മർമ്മരം ചെയ്യുന്ന ഒരു ചെറിയ മൃദുമന്ത്രണം ഇതാണ്, ഇവിടെ നിന്നെ വിധിക്കുന്നില്ല. നീ ആത്മാർത്ഥതയുള്ളൊരു വ്യക്തിയാണെങ്കിൽ, എന്നെ ഈ നിമിഷം മുതൽ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, ഇനിമേലിൽ ഈ വൃത്തികേടുകൾ ചുമക്കാൻ, ഈ വൃത്തികേടുകൾക്ക് താരാട്ട് പാടാൻ, ഈ വൃത്തികേടുകളെ തലോടാൻ നീ പോകാൻ പാടില്ല. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചെന്നറിയാമോ? 1-ാം ദിവസം ഞാൻ പറഞ്ഞു, എന്താണെന്നറിയാമോ? മത്തായി ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന ഒരു യുവതിയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ജോസഫിൻ്റെ സ്വപ്നം എടുത്തേ, മത്തായി ശ്ലീഹായുടെ സുവിശേഷം. അങ്ങനെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ് കേട്ടോ, ഈ ബൈബിൾ തുറക്കാൻ വേണ്ടി തന്നെ പറയുന്നതാണേ. കൈ കഴിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ എന്നാലും ഞാൻ അറിഞ്ഞുകൊണ്ട് പറയിക്കുന്ന. കാരണം ഇവിടെ നിന്ന് ഇത് അടച്ചാൽ പിന്നെ നാളെ ഇത് തുറക്കുള്ളൂ, നമുക്ക് ഉറപ്പാണേ. മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ വല്ല ഉടമ്പടി എടുത്താലേ പിന്നെ തുറക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉടമ്പടി ഇല്ല, പിന്നെ എങ്ങനെ വായിക്കും? അപ്പോൾ അതാണ്. അപ്പോൾ ഒന്ന് കേട്ടെ,
മത്തായി 1:19 അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും രഹസ്യമായി അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക കർത്താവിന് തോന്നും പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അങ്ങനെ പോവാണ്. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതിൻ്റെ ഒരു റിപ്ലിക്കയാണ് അപ്പുറത്ത് നമ്മൾ കാണാൻ പോകുന്നത് 8-ാം അധ്യായത്തിൽ. എന്താ അവിടെ വെച്ച് ഞാൻ പറയും, യോസേഫ് പിതാവ് ചിന്തിച്ചൊരു ചിന്തയുണ്ട്. എന്നാണെന്നറിയാമോ? കല്യാണം ഉറപ്പിച്ച പെങ്കൊച്ചാണ്, പക്ഷെ എങ്ങനെയാണെന്നറിയത്തില്ല. അവൾ പറയുന്ന കഥയൊന്നും ആർക്കും വിശ്വസിക്കാനും പറ്റുന്ന കഥയല്ല. പക്ഷേ ഗർഭിണിയാണ്. പിന്നെ ഒരു വഴിയേ ഉള്ളൂ, രഹസ്യമായി ഉപേക്ഷിക്കുക. കാരണമില്ലാതെ ഉപേക്ഷിച്ച 2 പ്രശ്നമാണ് യോസേഫ് പിതാവിന് സൊസൈറ്റിയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് പാവം പെണ്ണിനെ നശിപ്പിച്ചിട്ട് നൈസായിട്ട് സ്കൂട്ടായി, മൊത്തത്തിൽ പ്രശ്നമാണ്. മാതാവ് സേഫാണ്. ഇനി രണ്ടാമത്തെ ഒരു കഥയെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഒരാൾ പോയി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. രണ്ടായാലും നാണക്കേടാം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ഈ തീരുമാനത്തിന് പുറകിലേക്ക് നയിച്ച ഒരു സംഗതിയുണ്ട്, അതാണ് നീതിബോധം. ആ നീതിബോധത്തിലെ യോസേഫ് പിതാവ് ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. അതെങ്ങനെയാണെന്നറിയാമോ? മനുഷ്യരാണ്, ആരും തിന്മയ്ക്ക് അതീതരൊന്നും അല്ല. ഒരു പക്ഷെങ്കിൽ ആ കൊച്ചിനൊരു തെറ്റ് പറ്റിയിട്ടുണ്ടാവാം. ഞാനായിട്ട് ഇപ്പം ഈ തെറ്റിൻ്റെ പേരിൽ ഒരു അപമാനം ഉണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ പോകുന്നില്ല. ആർക്കാണ് തെറ്റ് പറ്റാത്തത്? കരുണ കാണിക്കാം. അവൻ നീതിമാനായിരുന്നു എന്നിടയ്ക്ക് പറയുന്നുണ്ട്. മനുഷ്യരെ നീതി, അവൻ്റെ നീതി ദൈവത്തിൻ്റെ നീതി ആഗ്രഹിക്കുന്ന ദൈവനീതിയായിരുന്നു. അവൻ്റെ നീതിമാൻ, സാധാരണ ഒരു നീതിമാനാണെങ്കിൽ അവൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, നേരെ ചെന്ന് പുരോഹിതന്മാരോട് ഇൻഫോം ചെയ്യുക, കല്യാണം കഴിക്കാൻ പോകുന്ന കൊച്ച് ഗർഭിണിയാണ് കേട്ടോ, അത്രയും പറഞ്ഞിട്ടെങ്കിൽ പോന്നാൽ മതി. അപ്പം തന്നെ കൊച്ചിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിക്കോളും. എല്ലാവരും കൂടെ കല്ലും പിടിച്ചുകൊണ്ട് വീട്ടിൽ വരും, എറിഞ്ഞങ്ങ് കൊല്ലും. അതാണ് നീതി. അതിനകത്ത് യാതൊരു തെറ്റും പുള്ളി ആരും പറയില്ല. പക്ഷേ ഉപരി നീതിയുണ്ട്, കരുണ. ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ കരുണയിൽ അധിഷ്ഠിതമായ. അപ്പോൾ കരുണ കൊണ്ട് യോസേഫ് പിതാവ് ചിന്തിച്ചപ്പോൾ എന്താ, ആ കൊച്ചിനെ എങ്ങനെ സേവ് ചെയ്യാമെന്നുള്ളതാണ് യോസേഫ് പിതാവ് ചിന്തിച്ചത്. ആ കൊച്ചാരാണ്? യോസേഫ് പിതാവ് സേവ് ചെയ്യാൻ തീരുമാനിച്ച കൊച്ചാരാ? ആരാ പറഞ്ഞത്? ആരാ മോനെ? ഒന്നുകൂടെ നീ പറയടാ, ഈ അമ്മമാരൊന്ന് കേൾക്കട്ടെ. ആരെയാണ് യോസേഫ് പിതാവ് സേവ് ചെയ്യാൻ നോക്കിയ കുഞ്ഞാരാ? ഈശോയാണ്. അതെ, ഈശോ അല്ലെ, യേശുവിനെയാണ് രക്ഷിക്കാനായിട്ട് അവിടെ ശ്രമം നടക്കുന്നത് അല്ലേ? ആ ശ്രമം കൊണ്ടാണ് ഈശോ രക്ഷപ്പെടുന്നത്. ഇവിടെ നോക്കിക്കേ, 8-ാമത്തെ അധ്യായത്തിൽ ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്? വന്നു നിന്ന ആൾക്കാരെല്ലാം കണ്ടത് എന്താണ്? പെങ്കൊച്ചു പാപിയാണ്, മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊന്നേക്കണം, ഒരു തെറ്റുമില്ല അതിനകത്ത്. എല്ലാവരും കൂടെ പിടിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഇനിയിപ്പം തെളിയിക്കാനൊന്നുമില്ല. അവന്മാർ തന്നെ എല്ലാം കുറ്റവും നീതിയും വിചാരണയും ജഡ്ജ്മെൻറ്റും എല്ലാം കഴിഞ്ഞിരിക്കുക. ഇനിയിപ്പം ഈ ഈശോയും കൂടെ ഒരു പറഞ്ഞിട്ട് വേണം എല്ലാവരുടെ കൂടി എറിഞ്ഞൊരു വലിയ മെറ്റൽ കൂനെ ഉണ്ടാക്കാൻ തയ്യാറായിട്ടിരിക്കുക. പെണ്ണിനെ നല്ല പരുവത്തിന് അങ്ങ് ഇരുത്തിയിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡിൽ നിന്ന് ഏറ് വന്നാൽ അനങ്ങാൻ പറ്റാത്തൊരു ഇതാകും അല്ലേ? ഒരു സിനിമയ്ക്കകത്ത് വന്നിട്ട് കല്ലെറിഞ്ഞിട്ട് കണ്ണും മൂക്കും നാക്കും എല്ലാം ഒന്നാക്കി മാറ്റുമെന്ന് ഒരു സിനിമയിൽ ഒരു കഥാപാത്രം പറയുന്ന പോലെയാണ് എറിയാൻ തയ്യാറായി നിൽക്കുക. അപ്പോൾ ഒരാൾ ഇങ്ങനെ അവിടെ ഇരുന്നിട്ടേ, അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ മുതലുള്ള ഓർമ്മകളിലൂടെ ആ മനുഷ്യൻ ഇങ്ങനെ നിലത്ത് തറയിൽ ഇങ്ങനെ എഴുതി ഓർക്കുകയായിരുന്നു. ഒരു 10-30 വർഷം മുമ്പത്തെ ഒരു രാത്രി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോയി. ഒരമ്മ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഒരപ്പൻ ചിന്തിച്ചൊരു ചിന്തയുണ്ട്. തെറ്റ് ചെയ്യാത്തവർ ആരാണ്? കുറവുകളില്ലാത്തവരാരാണ്? ഞാനായിട്ട് ഒരു വിധിന്യായം പ്രഖ്യാപിക്കുന്നില്ല, ഞാൻ കരുണ കാണിക്കാം. എനിക്ക് നഷ്ടമുണ്ടായി, ഞാൻ കരുണ കാണിക്കും. ദൈവം എനിക്കും അവൾക്കും മധ്യസ്ഥനായിരിക്കട്ടെ എന്ന് ചിന്തിച്ചൊരു വലിയ മനുഷ്യൻ്റെ ഓർമ്മകളിലൂടെ ആ മിഴികൾ നിറഞ്ഞ ആ മനുഷ്യൻ മണ്ണിലേക്ക് നോക്കിയിരുന്നു. അവൻ ഉത്തരവൊന്നും പറയാനില്ല. അന്ന് കാലങ്ങൾക്ക് 30 വർഷം മുമ്പ് അവൻ്റെ അപ്പൻ മനസ്സിൽ ചോദിച്ചൊരു ചോദ്യം അവൻ ജനത്തോട് ചോദിച്ചു. നിങ്ങളിൽ പാപമില്ലാത്തവരാദ്യം കല്ലെറിയാൻ പറഞ്ഞു. അവൻ്റെ അമ്മയെക്കുറിച്ച് ഒരു വലിയ മനുഷ്യൻ 10-30 വർഷം മുമ്പ് ആലോചിച്ചത് തന്നെയാണ്. ആരാണ് പാപമില്ലാത്തവരായിട്ട് ഈ ലോകത്തുള്ളത്? അവൾക്കൊരു കുറവുണ്ടെങ്കിൽ ആ കുറവിന് ഞാനായിട്ട് അവളെ ശിക്ഷിക്കാനോ അവളെ വിധിക്കാനോ പോകുന്നില്ല. അന്ന് ആ അപ്പൻ ചിന്തിച്ച അതേ ചിന്ത ആ മകൻ ഇന്ന് വാക്കുകളിൽ പുറത്തേക്ക് കൊടുത്തു. നിങ്ങളിൽ പാപമില്ലാത്തവരാദ്യം കല്ലെറിയാൻ പറഞ്ഞു. കണക്ഷൻ പിടികിട്ടിയോ? ആമേൻ, ഹല്ലേലൂയ. നല്ല അപ്പൻ്റെ മക്കളാകണമെന്ന് പറയുന്നത് ഇതാണ്. അപ്പൻ എന്ന് പറയുന്നത് ഒരു വികാരം മാത്രമല്ല. അപ്പൻ എന്ന് പറയുന്നത് മക്കളുടെ നീതിബോധവും മക്കളുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ
അടിസ്ഥാനവുമാകണം. അമ്മ എന്ന് പറയുന്ന വലിയൊരു സ്നേഹത്തിൻ്റെ വലിയൊരു കഥാപാത്രത്തിൻ്റെ ഇടയിൽ പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോകുന്ന ഒന്നാണ് അപ്പനെന്ന് പരിദേവനം ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക. പലപ്പോഴും അപ്പനെന്ന് പറയുന്ന ഒരു വലിയ സത്യം, ഒരു നീതിബോധം, ഒരു കൃപയുടെ അനുഭവം മാറിപ്പോയത് കൊണ്ടാണ് അമ്മ ഒരു വലിയ ബിംബമായി മാറാൻ ഇടയായത്. ഓരോ അപ്പന്മാരും ഓർക്കുക, നിങ്ങളുടെ പെൺമക്കൾ അമ്മയേക്കാൾ അധികം നിങ്ങളെ സ്നേഹിക്കത്തുള്ളൂ. 100% എനിക്കറിയാം. എൻ്റെ അനുജന് 2 കുട്ടികളുണ്ട്, ഒരാണും പെണ്ണും. അയാളെ കൊച്ചിന് അവനെ ഏറ്റവും സ്നേഹം, മൂത്തവനേക്കാളും അവൾക്ക് അവനെ അപ്പനെയാണ് സ്നേഹം. അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ടും നമ്മുടെ പെൺമക്കൾക്ക് എന്തുകൊണ്ട് നമ്മളോട് ഇഷ്ടമില്ല? ഇന്നും ഒരാൾ എന്നോട് ഷെയർ ചെയ്ത ഒരു വേദനയുടെ അനുഭവമുണ്ട്. ഒരു പെൺകുട്ടി, ഞാനത് വിശദീകരിക്കുന്നൊന്നുമില്ല, ഇന്ന് ഉച്ചയ്ക്ക് എന്നോട് പറഞ്ഞതാണ് അപ്പനെക്കുറിച്ചുള്ള നീറുന്ന ഓർമ്മകൾ. അപ്പനെയും അവളെയും അവളുടെ അനിയത്തി കൊച്ചിനെയും ആവശ്യമില്ലാത്ത വിധത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും അതൊരു പ്രായം കഴിഞ്ഞപ്പം മുതൽ ഇപ്പോഴും ഒരു വെറുപ്പാണ്. അപ്പനെന്ന് പറയുന്ന ഒരു വെറുപ്പായിട്ട് കൊണ്ടു നടക്കുന്ന ഇടങ്ങളുണ്ട്. അമ്മയും ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ പിള്ളേർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ ഓർക്കുക, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരു ഔസേപ്പിതാവിൻ്റെയും മാതാവിൻ്റെയും ബോധ്യം നമുക്ക് വേണം. കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുവന്ന കൊച്ചിനെ രക്ഷപ്പെടുത്തി കൊടുത്തതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ഞാൻ പറയും. അങ്ങനെ ഒരു ബോധ്യം അവനിലേക്ക് കൊടുത്ത ഒരു അപ്പൻ കൊടുത്ത വാല്യുവാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. കല്ലെറിയാൻ ഒരുപാട് പേരുണ്ടാവും പാപത്തിൻ്റെ വിളികൾക്കും. പക്ഷേ നാളെ നമ്മുടെ കുമ്പസാരക്കൂട് നമ്മളിലേക്ക് ഈശോ വിളിക്കുന്ന എന്താണെന്നറിയാമോ? നീ ചെയ്ത് കൂട്ടിയ പാപങ്ങളുടെ കണക്കെടുത്ത് വെച്ച് നിന്നെ മാനുഷിക രീതിയിൽ വിധിക്കാനിരിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് ഇനിയും ഒരിക്കലും മടങ്ങിപ്പോകാത്ത വിധം ആ തിന്മയെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് കൃപയുടെ ജീവിതത്തിൻ്റെ പാതയിലേക്ക് മടങ്ങി വരാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, നീ ആദ്യമായിരുന്ന കൃപയുടെ ആ വലിയ മഹത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് നിന്നെ തിരികെ കൊണ്ടുവന്ന് എന്നേക്കും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും തിരിച്ചറിയുന്ന സന്ധ്യ, ആ സന്ധ്യയെ നാം വിളിക്കേണ്ടതാണ് നാളത്തെ അനുതാപ കൂദാശ സ്വീകരണ ശേഷമുള്ള സന്ധ്യയെന്ന്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് മുതൽ വീണ്ടും പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ കർത്താവിനെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കാൻ തീരുമാനിക്കുന്നതാണ് കുമ്പസാരത്തിനണയുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ആമേൻ, ഹല്ലേലൂയ. ആ തീരുമാനം എന്നിലൊരു ബോധ്യമുണ്ടാക്കും. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറേയേറെ കുഴപ്പങ്ങൾ എൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കാൻ തടസ്സമായിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഈ ബോധ്യം എന്നിൽ രണ്ടാമത് വളർത്തുന്ന ഒരു ബോധ്യമാണ്, എനിക്ക് ചുറ്റും വല കെട്ടി നിൽക്കുന്ന പാപത്തിൻ്റെ സാഹചര്യങ്ങളെ ഓരോന്നിനെയും ഞാൻ തിരിച്ചറിയുന്നു. പലപ്പോഴും പാപത്തെ വെറുക്കാതെ, പാപ സാഹചര്യങ്ങളെ വെറുക്കാതെ ഒരനുഷ്ഠാന കലയായിട്ട് കുമ്പസാരത്തെ കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം. കള്ളം പറഞ്ഞു എന്ന് പറയുമ്പോൾ സത്യം പറയാനൊരു തീരുമാനം എടുക്കാതെയാണ് ഞാനിത് പറയുന്നത്. അതായത് പലപ്പോഴും എൻ്റെ കുമ്പസാരങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ട് പോകുക, ആ ലിസ്റ്റിന് ശേഷം അച്ഛൻ പറയുന്ന കഥ കേട്ട് പോകുക, അച്ഛൻ പറയുന്ന ഉപദേശം കേട്ടിട്ട് പോകുക, അച്ഛൻ പറയുന്ന പ്രാശ്ചിത്തം ചെയ്തിട്ട് പോവുക, പക്ഷേ ഉപേക്ഷിച്ചിട്ടില്ല. ചീഞ്ഞളിഞ്ഞൊരു ഭാണ്ഡവുമായി ഞാൻ കുമ്പസാരക്കൂട്ടിൽ അണഞ്ഞിട്ട് അതേ ഭാണ്ഡം നാളെ മുതൽ നിറയ്ക്കാനാണ് എനിക്ക് താല്പര്യം. എൻ്റെ കുമ്പസാരത്തിൻ്റെ ഒരു വലിയ കുറവായിട്ട് തിരിച്ചറിയുന്നു. അതുകൊണ്ട് വല ഞാൻ പൊട്ടിക്കുന്ന കൂടെ ചിലന്തിയെ കൂടെ ഞാൻ കൊല്ലും. കാരണം ചിലന്തിയെ നിർത്തി ഞാൻ വല എത്ര പിടിച്ചാലും വീണ്ടും ഈ മുറി വൃത്തികേടായിക്കൊണ്ടിരിക്കും. ഒരു ബോധ്യമാണ്. വീണ്ടും നമ്മൾ കാണുകയാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഈ ബോധ്യം ഉണ്ടാവേണ്ടത്. നീചമായ പ്രവൃത്തി ചെയ്ത് എൻ്റെ കർത്താവിനെ എതിരെ എങ്ങനെ ഞാൻ തിന്മ ചെയ്യുമെന്ന് പൂർവ്വ യൗസേപ്പ്, പഴയ നിയമത്തിൽ യൗസേപ്പ് ചോദിക്കുക. പൊത്തിഫറിൻ്റെ ഭാര്യ തിന്മ ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി വെച്ചു. ഒരാളും വന്ന് പ്രശ്നം ഉണ്ടാക്കില്ല, ഒരു കേസും അതിൻ്റെ പേരിലുണ്ടാവില്ല, ഒരു അപകടവും ഉണ്ടാവില്ല. താല്പര്യമുള്ള കാലത്തോളം തിന്മ ചെയ്ത് ജീവിക്കാം, ഒരു പ്രശ്നവും ഇല്ല. ആരും കാണാത്തടത്ത് എൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകൾ എന്നെ നോക്കുന്നുണ്ടെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന അവസ്ഥ. കുമ്പസാരക്കൂട്ടിൽ നമുക്ക് വേണ്ടത് ഇതാണ്. മനുഷ്യൻ എന്ത് പറയുന്നു, വീട്ടുകാരെന്ത് പറയുന്നു, സഭ എന്ത് പറയുന്നു, അച്ഛൻ എന്ത് പറയുന്നു, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. എല്ലാം കാണുന്ന ദൈവത്തിനെതിരായിട്ട് അവൻ ഇഷ്ടമില്ലാത്ത നീചമായതൊന്നും ഇനിമേലിൽ ഞാൻ ചെയ്യില്ല.
ആമേൻ ഹല്ലേലൂയ. ആമേൻ ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഇതൊരു ബോധ്യം. ഈ ബോധ്യം എന്നിലേക്ക് വരുമ്പോൾ ഞാൻ കൊടുക്കുന്നൊരു കാര്യമാണ് കൊറിന്തോസ് ലേഖനം 6:12 മുതലുള്ള വചനം. എന്താണത്? എനിക്ക് നിയമാനുസൃതമായത്, എനിക്ക് അനുവദിക്കപ്പെട്ടത്, എനിക്ക് പ്രയോജനകരമായിട്ടുള്ളത്, അതിനെ ഞാൻ തിരിച്ചറിയാനായിട്ടുള്ളൊരു വലിയ പരിശ്രമത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. വെറുതെ ജീവിക്കുന്ന ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്യുന്ന അനുഭവം. വെറുതെ തോന്നുന്നതെല്ലാം ചെയ്യുകയല്ല. അതിനുശേഷം ഞാൻ തിരിച്ചറിയുന്നൊരു ബോധ്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ആയതിനാൽ തന്നെയാണ് എൻ്റെ ഇഷ്ടമനുസരിച്ച് കണ്ടും കേട്ടും സുഖിച്ചും പോകാനുള്ള ഒന്നല്ലത്. മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലദാന വരങ്ങളാൽ നിറയപ്പെട്ട് ഈ ലോകത്തിൻ്റെ പ്രകാശമായി തീരാൻ എൻ്റെ കണ്ണുകളെ ഞാൻ നിയന്ത്രിക്കും. കാരണം എൻ്റെ കണ്ണിലൂടെ, എൻ്റെ കേൾവിയിലൂടെ, എൻ്റെ ചിന്തയിലൂടെ, എൻ്റെ സ്പർശനത്തിലൂടെ തിന്മ കടന്നു വരുന്ന വഴികളെ ഞാൻ അറിയും. പാപത്തിന് കൂടുകിട്ടാൻ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുകയില്ല. നായ ഛർദ്ദിച്ചത് വീണ്ടും നക്കി തിന്നുന്നത് പോലെ ഓരോ തവണയും ഞാൻ ഏറ്റുപറഞ്ഞ പാപങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്ന നാണമില്ലാത്ത ഒരു വ്യക്തിയായിട്ടല്ല. പാപത്തിന് മുമ്പിൽ നാണമില്ലാത്തവനും നാണമില്ലാത്തവളുമായിട്ട് നമ്മൾ മാറരുത്. നാണം കെട്ടും പാപം ചെയ്തിട്ട് നാണക്കേടില്ലാതെ ജീവിക്കുന്നവരായിട്ടല്ല, പാപത്തെ വെറുത്തുപേക്ഷിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുന്നു. അങ്ങനെ നമ്മൾ രൂപാന്തരപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് ഒരു വലിയ ആശ്വാസത്തിൻ്റെ അനുഭവം തരുന്നത്. എന്താണ്? ഇനിമേലിൽ പാപം ചെയ്യാതിരിക്കാൻ നീ നിന്നെ തന്നെ ഒരുക്കുക. ശിക്ഷിക്കാനിരിക്കുന്ന ഒരു കർത്താവിനേക്കല്ല ഞാൻ നിന്നെ വിളിക്കുന്നത്. ആ സ്ത്രീയോട് പറഞ്ഞതുപോലെ നീ ഉയർപ്പിൻ്റെ സാക്ഷിയാകണം. അവൾ അവിടുന്ന് എഴുന്നേറ്റ് പോയിട്ട് പിന്നെ നമ്മൾ അവളെ കാണുന്നത് എവിടെയാണ്? യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായത്തിലാണ്. എല്ലാവരും പാത്തിരുന്നപ്പോൾ ശൂന്യമായ കല്ലറയിലേക്ക് ആദ്യം പോയി കർത്താവിൻ്റെ തിരുവുത്താനം ലോകത്തിന് വെളിപ്പെടുത്തിയത് ആരാ? കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുവന്ന ഈ പെങ്കൊച്ച. കാരണം അവളുടെ ആദ്യത്തെ അവസാനത്തെ ഒടുക്കത്തെ കുമ്പസാരമായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവൾ പഴയ ഒരു ജീവിതമില്ല. ആ നിമിഷം മുതൽ കർത്താവ് എന്ത് പറഞ്ഞു അതിലവൾ ജീവിച്ചു. ഇങ്ങനെയൊന്ന് കുമ്പസാരിക്കുമ്പോൾ മുതലാണ് കുടുംബത്തിൻ്റെക്ക് തിന്മ കടന്നു വരുന്ന എല്ലാ ബ്ലോക്കുകളും നമ്മൾ എല്ലാ ഓപ്പൺ പ്ലേസുകളും നമ്മൾ ബ്ലോക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. എല്ലാ തിന്മ കടന്നു വരുന്ന വഴികളെല്ലാം അടയ്ക്കുക. അതിൽ മദ്യപാനം, ദുർവൃത്തികൾ, വ്യഭിചാരം, മോഷണം, മറ്റുള്ളവരെ വഞ്ചിക്കുന്നത്, ചതിക്കുന്നത്, അതുപോലെ തന്നെ സംസാരത്തിലൂടെയും പരദൂഷണത്തിലൂടെയും സൽപ്പേര് നഷ്ടപ്പെടുത്തുന്ന പോലുള്ള പ്രവൃത്തികൾ, തൻ്റേതല്ലാത്തതിനൊക്കെ സ്വന്തമാക്കാനുള്ള പരിശ്രമം, ഇങ്ങനെയുള്ള എല്ലാ മ്ലേച്ഛതകളെയും നമ്മൾ അനലൈസ് ചെയ്യുക. അതിൻ്റെ എല്ലാ അടിസ്ഥാനം എന്താ? ഇതെല്ലാം കഴിയുമ്പോൾ ഞാൻ എടുത്തൊരു തീരുമാനമുണ്ട്. കുമ്പസാരിക്കാൻ ആരും പറഞ്ഞത് കൊണ്ടല്ല ഞാൻ കുമ്പസാരിച്ചത്. ഞാൻ കുമ്പസാരിച്ചത് ഒറ്റ ഒരു കാര്യം കൊണ്ടാണ്. എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി എനിക്ക് സ്നേഹിക്കണം. അതിന് ഞാൻ എന്നെ തന്നെ ഒരുക്കുന്ന എൻ്റെ ആത്മാവിൻ്റെ കുളിയാണ് എൻ്റെ കുമ്പസാരം. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഇന്ന് ആരാധനയുടെ സമയത്ത് നമുക്ക് അരമണിക്കൂറാണ് ആരാധന. അച്ഛൻ ഇത്രയും വചനം പറഞ്ഞിട്ട് ഇനി അച്ഛൻ വചനം ഒരുപാട് പറയാനല്ല എടുക്കുന്നത്. നമ്മൾ മാക്സിമം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പറയണം, കർത്താവേ, ഇന്ന് ഞാൻ മരിച്ചാൽ സ്വർഗം നഷ്ടമാകാത്തക്ക വിധം കൃപയുള്ള ഒരു കുമ്പസാരം നടത്തണം. ചെയ്യുമ്പോൾ നാണമില്ലാതിരിക്കുകയും പറയുമ്പോൾ നാണമുണ്ടാവുകയും ചെയ്യുന്ന സാത്താൻ്റെ ഒരു പ്രത്യേകമായ ഇടപെടൽ കുമ്പസാരക്കൂടുകളിൽ ദൈവമക്കൾ ഇന്ന് നേരിടുന്നുണ്ട്. എന്താണെന്നറിയാമോ? പെർമനൻ്റായിട്ട് ഇവനെ തളച്ചിടാനുള്ളൊരു തന്ത്രമാണ്. അച്ഛനെന്ത് തോന്നുന്നു നമ്മുടെ വിഷയമല്ല. നിങ്ങൾക്കൊരു അസുഖമുണ്ടെങ്കിൽ അസുഖത്തിൻ്റെ സിംറ്റം അത് ഏത് ശരീരഭാഗത്തായാലും പറയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഡോക്ടറിന് നിങ്ങളുടെ ശരീരഭാഗം കേൾക്കാനാണോ നിങ്ങളുടെ രോഗത്തെക്കുറിച്ചിരിക്കുന്നത്? അല്ല, രോഗത്തെ ട്രീറ്റ് ചെയ്യാനാണ്. നമുക്ക് നാണമാണെങ്കിൽ അസുഖം വേറെയായിട്ട് മാറ്റപ്പെട്ടു പോകും. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അതുപോലെ ഓർക്കുക, എൻ്റെ ദൈവം മുമ്പാകെ ലജ്ജയില്ലാതെ തിന്മ ചെയ്യുകയും പിന്നീട് ദൈവം മുമ്പാകെ ഏറ്റുപറയുമ്പം വല്ലാത്തൊരു നാണം കയറി വരികയും പിന്നെയും അത് ചെയ്യുകയും ചെയ്യുമ്പോൾ ഓർക്കുക, പത്രോസ് ശ്ലീഹ പറഞ്ഞ ലേഖനത്തിലെ 3-ാം അധ്യായത്തിൽ പറയുന്ന നായയുടെ സ്വഭാവമാണ്. ഛർദ്ദിക്കുക, നക്കുക, ശ്രദ്ധിക്കുക, വീണ്ടും നക്കുക, വീണ്ടും ശ്രദ്ധിക്കുക. ഒരുമാതിരി ക്രിസ്ത്യാനിയായിട്ട് ഇനി നമ്മൾ ജീവിക്കുന്നില്ല. ജീവിക്കുന്നെങ്കിൽ കൃപയുള്ള ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക.